ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. صلى الله وسلم على نبينا وحبيبنا وشفيعنا وقائدنا محمد صلى الله عليه وعلى آله وصحابه صلاة وسلاما دائمين متلازمين. അഭിവന്ദ്യനായ ബാംഗ്ലൂർ ചാപ്റ്റർ SKSF-ൻ്റെയും ഇബാദിൻ്റെയും സമസ്ത കേരള ജമഈയത്തുൽ ഉലമായുടെ വിവിധ പോഷക വിഭാഗങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആദരണീയരായ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിശ്വാസികളെ, അല്ലാഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയത് ദഅവത്തിൽ തൗഫീഖ് വർദ്ധിക്കാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ ഖൈറായ കാര്യങ്ങൾ മാത്രം ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച് പരിപൂർണ ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയ ആയുസ് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന സമയത്ത് ജനങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഈ സന്ദേശം മറ്റുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ഉത്തരവാദിത്തമാണ്. അവസാനമായി നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ് സത്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്ത്. മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചത് എന്തുകൊണ്ട് എന്നൊരു മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ പ്രബോധനം ചെയ്യാൻ സാധിക്കും. ഭൂമിയിലേക്ക് നമ്മെ അയക്കുന്ന സമയത്ത് അല്ലാഹു തആല മനുഷ്യ നിന്ന് പ്രതീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റബ്ബിനെ കുറിച്ച് സംസാരിക്കുക എന്നതാണ്. കേവലം ദിക്ർ ചൊല്ലാനോ കേവലം നിസ്കരിക്കാനോ ഇബാദത്ത് ചെയ്യാനോ മാത്രമായിരുന്നെങ്കിൽ ഭൂമിയിൽ ഇതിനേക്കാളും ഈ വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്നവരെല്ലാം മനുഷ്യേതര ജീവജാലങ്ങളാണ്. തസ്ബീഹിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നവൻ മനുഷ്യനല്ല. ദിക്ർ ചൊല്ലുന്നവരിൽ ഏറ്റവും മുന്നിൽ സത്യത്തിൽ ഇന്നും ഞാനോ നിങ്ങളോ അല്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് സാധാരണ പതിവായി എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന കോഴിക്കൂട്ടിൽ കിടന്നുറങ്ങുന്ന കോഴി പ്രഭാത സമയത്ത് സ്വാഭാവികമായി ഒന്ന് കൂവാറുണ്ട്. നമ്മുടെ കോഴിക്കൂട്ടിൽ കിടന്നുറങ്ങുന്ന കോഴി സമയത്ത് നമ്മുടെ വീട്ടിലൂടെ നടന്നു പോകുന്ന മലായികത്തിനെ കാണുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഫഇന്നഹാ റഅത്ത് മലക. നമ്മുടെ മുറ്റത്ത് കൂടി ഒരു മലക്ക് നടന്നു പോയിട്ട്, ഒരു മലക്ക് സഞ്ചരിച്ചിട്ട് ആ മലക്കിനെ കാണാൻ നമ്മുടെ വീട്ടിലാകെ സൗകര്യം ലഭിച്ചത്, സൗഭാഗ്യം ലഭിക്കുന്നത് നമ്മുടെ വീട്ടിലെ കോഴിക്കാണ്. നല്ല സുഖസൗകര്യമുള്ള ബെഡ്റൂമിൽ മുസല്ലയും ഖുർആനും മൗലിദിന്റെ കിതാബും തസ്ബീഹുമാലയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റൂമിൽ സുഖസൗകര്യത്തോടെ കിടന്നുറങ്ങിയ നമുക്ക് നമ്മുടെ വീട്ടിലൂടെ നടന്നു പോകുന്ന, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നു പോകുന്ന മലക്കിനെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ കോഴിക്കൂട്ടിൽ കിടന്നുറങ്ങിയ കോഴിക്ക് എന്തുകൊണ്ട് സാധ്യമായി? ഇവിടെയാണ് നമ്മൾ ഡ്യൂട്ടിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. കോഴിയുടെ ഡ്യൂട്ടി മനസ്സിലാക്കി ഡ്യൂട്ടി എടുത്തപ്പോൾ മലായികത്തിനെ കാണാൻ സാധിച്ചു. മനുഷ്യന്റെ പണിയെടുത്താൽ മലക്കിനെ കാണാനല്ല മലായികത്തിനേക്കാളും ഉയരാൻ സാധിക്കുമെന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്ക് മാക്സിമം മലക്കിനെ കാണാനേ പറ്റൂ. മനുഷ്യന് മലക്കിനെ കാണാൻ മാത്രമല്ല മലായികത്തിനേക്കാളും ഉയരാനും സാധ്യമാകും. അതിന് അടിസ്ഥാനപരമായി വേണ്ടത് എന്തിനാണോ ഭൂമിയിൽ വന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി മനസ്സിലാക്കലാണ്. അല്ലാഹു തആല ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണല്ലോ അമ്പിയാക്കൾ.
അള്ളാഹുവോട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് എന്നറിയുന്നവരും അവരാണല്ലോ. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരും. അങ്ങനെ രണ്ടുപേർ പോയിട്ട് അവിടെ പോയി, ഞങ്ങൾ ബാംഗ്ലൂർ SKSF സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയുഷ്കാലം മുഴുവൻ ഉപയോഗിച്ചത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും പരിചയപ്പെടുത്താനാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോ ചില ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലെങ്കിലും ഇതൊന്നും എന്നെ കൊണ്ട് സാധ്യമാകുന്നതല്ലല്ലോ എന്ന് തോന്നുന്നുണ്ടാകും. സത്യത്തിൽ ലോകത്തെ ഏറ്റവും എളുപ്പം അള്ളാഹിനെ പരിചയപ്പെടുത്തലാണ്. ഭൂമിയിൽ എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും മഴയില്ലാത്ത കാലമാണ്, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ സുന്ദരമായി പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ വളരെ ലളിതമായ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നതിനെ കുറിച്ച് ആരോട് സംസാരിക്കാം? ഇതിന് പ്രത്യേകം ഖുർആൻ ഓതി പഠിക്കുകയോ തഫ്സീർ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യമല്ല. ഇന്നത്തെ വെള്ളമില്ലായ്മയെ കുറിച്ച് സംസാരിക്കാൻ സ്വാഭാവികമായും നമ്മളൊക്കെ സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ വാട്ടർ സമം H2O എന്ന് പറഞ്ഞു പഠിച്ചവരാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയിട്ടാണ് വെള്ളത്തിന്റെ മൂലകങ്ങൾ, അതാണ് വെള്ളത്തിന്റെ മൂലകം എന്ന് പഠിച്ചു വന്നവരാണ് നമ്മൾ. ഈ ഹൈഡ്രജനും ഓക്സിജനും ലഭ്യമാണ്, വെള്ളമാണ് ലഭ്യമല്ലാത്തതുള്ളൂ. ഹൈഡ്രജൻ തീയാണ്, ഓക്സിജൻ വായുവാണ്. ഇത് രണ്ടും ഭൂമിയിൽ എല്ലായിടത്തും ലഭ്യമാണ്. ഇത് ലഭ്യമാവാൻ ഒരു കിച്ചണിലേക്ക് മാത്രം പോയാൽ മതി. ഇത് രണ്ടുമുണ്ടായിട്ടും വെള്ളമുണ്ടാകുന്നില്ലല്ലോ. മൂലകങ്ങൾ കയ്യിലുണ്ട്, വെള്ളം സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുന്നില്ലല്ലോ. ഇതിന് എന്താ പരിഹാരം എന്ന് ആരോട് ചർച്ച ചെയ്താലും ആർക്കും പറയാനുള്ളത് അത് ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവിന്റെ കഴിവാണ് എന്ന് മാത്രമായിരിക്കും. എന്നാൽ ആ സൃഷ്ടാവിനെ കുറിച്ച് ചർച്ച ചെയ്യാലോ. ഇത് സൃഷ്ടാവിന്റെ മാത്രം കഴിവാണ് എന്ന് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അംഗീകരിക്കുമെന്നിരിക്കെ ആ സൃഷ്ടാവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താ പ്രയാസം? സാധാരണ നമ്മൾ തബാറക സൂറത്തിലൂടെ പതിവായി ഓതുന്ന ആയത്താണല്ലോ. ഈ വെള്ളം അങ്ങ് വറ്റിപ്പോയാൽ ആരാ കൊണ്ടുവരിക? അല്ലാഹുവിനല്ലാതെ ആർക്ക് സാധിക്കും? വെള്ളത്തിന്റെ മൂലകം നമ്മുടെ കയ്യിലുണ്ട്, വെള്ളം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നൊരു ചർച്ച നടത്തിയാൽ അല്ലാഹുവിനെ കുറിച്ച് പറയാം. അതൊന്നുമല്ല, മനുഷ്യൻ നടക്കുന്നത് നോക്കിയാൽ അല്ലാഹുവിനെ കുറിച്ച് പറയാലോ. ലോകത്ത് 600 കോടി ജനങ്ങളുടെ വാക്കിംഗ് സ്റ്റൈലും വ്യത്യസ്തമാണ്. ഒരാൾ നടക്കുന്ന പോലെ നടക്കുന്ന ഒരാളില്ല. ഇങ്ങനെ സൃഷ്ടിച്ചവൻ ആരാൻ എന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചിന്തയിലേക്ക് ആരെയും കൊണ്ടുവരാൻ പറ്റും? എല്ലാ മനുഷ്യന്റെ ഫേസ് കട്ട് വ്യത്യസ്തമാണ്. ഇത് ചർച്ച ചെയ്താലും അല്ലാഹുവിനെ പരിചയപ്പെടുത്താം. മനുഷ്യന്റെ ശരീരത്തിലുള്ള ഏത് ഭാഗങ്ങളെ നോക്കിയാലും നാവിനെ കുറിച്ച് സംസാരിച്ചാൽ, കണ്ണിനെ കുറിച്ച് സംസാരിച്ചാൽ, തലച്ചോറിനെ കുറിച്ച് സംസാരിച്ചാൽ എല്ലാത്തിലും അല്ലാഹ് എന്ന ഉത്തരം കണ്ടെത്താവുന്ന വിഷയങ്ങളെ മനുഷ്യന്റെ ബോഡിയിലുള്ളൂ. 1000 ലക്ഷത്തോളം കോശങ്ങളുണ്ടല്ലോ ഈ തലച്ചോറിൽ. 1000 ലക്ഷം കോശങ്ങളുണ്ടല്ലോ മനുഷ്യന്റെ തലച്ചോറിൽ. ഇന്നും ഇതിന്റെ വർക്കിംഗ് ഏരിയ പൂർണ്ണമായി എവിടെയാണ് എന്ന് പോലും മെഡിക്കൽ സയൻസിന് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഇവിടെ സംവിധാനിക്കുന്നവൻ ആരാണ് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഒരു ഉത്തരമേ ഉള്ളൂ. അതെല്ലാത്തിന്റെയും മുകളിൽ ഒരു ദൈവമുണ്ട്, അവരാണ് എന്നാണ്. അമുസ്ലിം പറയുക അല്ലാഹു ആണ് എന്ന് മുസ്ലിമും പറയും. എങ്കിൽ ആ അല്ലാഹുവിനെ കുറിച്ച് പറയാം പിന്നെ എന്ത് പ്രയാസം? ഒന്നുമില്ലെങ്കിൽ നമുക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾ എത്തുന്നു, നമ്മുടെ ബോഡിയിൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തന്ന് എല്ലാ മിനിറ്റിലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്നെക്കാളേറെ ബോധവാന്മാരായിരിക്കുമല്ലോ നിങ്ങളൊക്കെ. കോടാനുകോടി അപ്ഡേഷൻസ് അല്ലേ മനുഷ്യന്റെ ബോഡിയിൽ എല്ലാ മിനിറ്റിലും നടക്കുന്നത്? ഇതെല്ലാം തരുന്നൊരു അല്ലാഹുവിനെ കുറിച്ച് എന്തുകൊണ്ട് മുഅ്മിനെ നമുക്ക് സംസാരിച്ചുകൂടാ? നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ഒന്ന് ആലോചിച്ച്, നമ്മെ ഭൂമിയിലേക്ക് അല്ലാഹു അയക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു സമൂഹം ഇവിടെ വേണമെന്ന് അല്ലാഹു ലക്ഷ്യം വെച്ചിരിക്കെ എന്തുകൊണ്ട് നമുക്ക് ആ റബ്ബിനെ കുറിച്ച് സംസാരിച്ചുകൂടാ? എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുമുണ്ട്. കേവലം നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് മെത്തഡോളജി പറഞ്ഞു തരാതെയല്ല അല്ലാഹു നമ്മെ ഭൂമിയിലേക്ക് അയച്ചത്. ഒരാളെ കണ്ടാൽ എങ്ങനെ സംസാരിക്കണം, ഒരാളെ കണ്ടാൽ എങ്ങനെ പുഞ്ചിരിക്കണം, ഒരാളെ കണ്ടാൽ എങ്ങനെ കൈപ്പിടിക്കണം, ഒരാളോട് എങ്ങനെ ഇടപെടണം എന്നെല്ലാം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡയറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ പുഞ്ചിരിയിൽ അല്ലാഹുവിന്റെ ഒരു ഇസ്മും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണവും വേണം. നമ്മുടെ ഒരു സംസാരത്തിൽ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഒരു ഇസ്മിന്റെ ക്വാളിറ്റിയും റസൂലുള്ളാഹിന്റെ ഒരു സ്വഭാവ വിശേഷണവും നമ്മുടെ ഒരു ഇടപെടലിൽ വേണം. എല്ലാത്തിലും
ഈ രണ്ടിനും കണക്ഷൻ ഉണ്ട്. ഒരാൾ നമ്മോട് ദേഷ്യപ്പെട്ടു, നമുക്ക് അയാൾക്ക് മാപ്പ് കൊടുക്കാം. അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിന്റെ ഗുണം നമ്മിലുണ്ടെങ്കിൽ ആ ഗുണമുണ്ടായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണത്തെ പിൻപറ്റാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, ഒരാൾ നമ്മോട് ദേഷ്യപ്പെട്ടു, ഒന്ന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ പോലും അതിൽ അള്ളാഹുവിന്റെ ഒരു ഇസ്മിന്റെ ഗുണമുണ്ട്, അതിൽ റസൂലുള്ളാഹിന്റെ ഒരു സ്വഭാവത്തിന്റെ ഗുണമുണ്ട്. എനിക്ക് മനസ്സിലായോ? റഹ്മാൻ എന്ന അല്ലാഹുവിന്റെ ഇസ്മ നന്മ ചെയ്ത ആളുകൾക്കും തിന്മ ചെയ്തവർക്കും റഹ്മത്ത് ചെയ്യുന്ന റബ്ബിനെ പരിചയപ്പെടുത്തുന്നതാണ്. അസീസ് എന്ന അല്ലാഹുവിന്റെ ഇസ്മിൽ, അസീസ് എന്ന അല്ലാഹുവിന്റെ ഇസ്മിൽ അല്ലാഹു നൽകിയ നിഅമത്തുകളെ ദുരുപയോഗം ചെയ്യുമ്പോഴും മാന്യത കാണിക്കുന്ന ഒരു മനുഷ്യനോട് ഔദാര്യം കാണിക്കുന്ന റബ്ബ് എന്ന അർത്ഥതലമുണ്ട്. അസീസ് എന്ന ഇസ്മിന്റെ ഗുണം മനുഷ്യന്റെ സംസാരത്തിൽ ഉണ്ടാവണം. ഖബീർ എന്ന അല്ലാഹുവിന്റെ ഇസ്മിന്റെ ഗുണം മനുഷ്യന്റെ സ്വഭാവത്തിൽ ഉണ്ടാവണം. മനുഷ്യൻ സ്വഭാവം പഠിക്കേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. ആ സ്വഭാവങ്ങളെ പൂർണ്ണമായി പഠിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും. രണ്ടാളിൽ നിന്ന് പഠിച്ചാലും ഒന്ന് തന്നെയാണ്. ഒരാൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അല്ലാഹുവിന്റെ മുഅ്മിനിന്റെ സ്വഭാവം പഠിച്ചു, എന്നാൽ ആ ഗുണമെല്ലാം റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്. മനുഷ്യന് പഠിക്കാൻ എളുപ്പം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ മതി, എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കാനും അല്ലാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ട് കിട്ടാനും ഒരു മുഅ്മിൻ ചെയ്യേണ്ട പണി ഫത്തബിഊനി, റസൂലുള്ളാഹിനെ പിൻപറ്റലാണ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. പിൻപറ്റുക എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായി ആരും ചിന്തിക്കേണ്ട, വളരെ ലളിതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി മാനസികമായി തയ്യാറായി ഒരുങ്ങാൻ വേണ്ടി വന്നെത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, രണ്ടു കാര്യങ്ങളെ നന്നായി സൂക്ഷിക്കണം. പ്രബോധനം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ദീനിന്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരങ്ങളല്ല, ഒരുപാട് വലിയ വലിയ വേദികൾ കെട്ടി ഒരു ഭാഗത്ത് ക്രൈസ്തവ സഹോദരനെയും മറുഭാഗത്ത് ഹൈന്ദവ സഹോദരനെയും ഇരുത്തി വിശാലമായ സംവാദവേദി സംഘടിപ്പിക്കലല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം എന്നാൽ സത്യത്തിൽ വളരെ ലളിതമായ റസൂലുള്ളാഹി പഠിപ്പിച്ച ജീവിതം കാണിച്ചു കൊടുത്ത് പരിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിക്കലാണ് ഇസ്ലാമിക പ്രബോധനത്തിലെ 60% ഇസ്ലാം വളരാൻ കാരണമാകുന്ന മേഖല. 60% പ്രബോധനം ജീവിതമാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു 100 ഷഹീദ്. ഒരാൾ ഈ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിയാൽ ആ മനുഷ്യനെ 100 ശുഹദാക്കളുടെ കൂലിയാണ് എന്നാണ്. ഈ ഹദീസിനെ ഒന്ന് ശരിക്കും ചിന്തിച്ചു നോക്കിയേ. 100 ആളുകൾ ഷഹീദാകുമ്പോൾ പരിശുദ്ധ ഇസ്ലാം വളരുന്നത് എത്രയാണോ അത്ര ഇസ്ലാം വളരണമെങ്കിൽ ഈ കാലത്ത് ഒരാൾ സുന്നത്ത് ഹയാത്താക്കി ബാംഗ്ലൂരിൽ ജീവിച്ചാൽ മതി. 100 ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഷഹീദായാൽ ഇസ്ലാമിന്റെ വളർച്ചയുടെ തോത് എത്ര ഉണ്ടാകുമോ അത്ര ഇസ്ലാം ഈ ബാംഗ്ലൂരിൽ വളരണമെങ്കിൽ ഒരാള് റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഹയാത്താക്കി ഈ ബാംഗ്ലൂർ അങ്ങാടിയിൽ ജീവിച്ചാൽ ഇസ്ലാം ഇവിടെ വളർന്നിരിക്കും. ഇതിന് വലിയ റിസ്ക് ഉണ്ടോ? റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ ഏതെങ്കിലും ഒന്ന് ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരാൾക്ക് പിൻപറ്റാൻ പറ്റാത്തതുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഏതെങ്കിലും സുന്നത്ത്, ഞാൻ ബാംഗ്ലൂർ സിറ്റിയിലാണ്, അതുകൊണ്ട് ചില സുന്നത്തൊന്നും എനിക്ക് പാലിക്കാൻ പറ്റൂല എന്ന് തോന്നുന്ന വിഷയമുണ്ടോ? അങ്ങനെ വല്ല സുന്നത്തുണ്ടോ മുഅ്മിനീങ്ങളെ? അങ്ങനുണ്ടോ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് എല്ലായിടത്തേക്കും ഫിറ്റാണ്. എനിക്ക് ബാംഗ്ലൂർ പോയാലും ഫിറ്റാണ്, അമേരിക്ക പോയാലും ഫിറ്റാണ്, നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് ചന്ദ്രനിൽ പോയാലും അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് പാലിക്കാൻ പറ്റിയ ഇടമാണ്. കാരണം മനസ്സിനെ സൃഷ്ടിച്ച റബ്ബ് മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് മാത്രമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അല്ലാഹ് ഡയറക്റ്റ് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഒന്നാമത് നമ്മൾ പാലിക്കേണ്ടത് സുന്നത്തുകളാണ്. പ്രത്യേകിച്ചും സ്വകാര്യ ജീവിതത്തിലെ സുന്നത്തുകളെ പാലിക്കുന്നതോടൊപ്പം സാമൂഹിക ജീവിതത്തിലെ സുന്നത്തുകൾ കൂടി പാലിക്കണം. നിങ്ങൾ നല്ല മുസ്ലിമായി നിങ്ങളെ ഹോസ്റ്റലിൽ ജീവിച്ചാൽ നിങ്ങളെ ശരിക്കും വാച്ച് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടാവും. നിങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ അങ്ങാടിയിൽ ഒരു പക്ഷേ സെമി നേക്കഡ് ഡ്രസ്സ് ധരിച്ച കുറെ പെൺകുട്ടികൾ നടക്കുന്നുണ്ടാവും. എല്ലാ ആളുകളും അവരെ നോക്കണമെന്ന് പോലും അവരുടെ ഉള്ളിൽ എവിടെ ചിന്തയുണ്ടാവും. എന്നാലും അവരെ ഉള്ളിൽ ഒരു മുസ്ലിം നോക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം അങ്ങനെ നോക്കാൻ പാടുണ്ടോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ എത്തിയിരിക്കും. ഒരു സെമി നേക്കഡായ പെൺകുട്ടി സിറ്റിയിലൂടെ അങ്ങനെ നടക്കുക.
സ്വാഭാവികമായും പല ചെറുപ്പക്കാരും നോക്കും. അവൾ അങ്ങനെ അർദ്ധനഗ്നയായത് തന്നെ എല്ലാവരും എന്നെ ആകർഷിക്കണമെന്ന താല്പര്യത്തിലായിരിക്കാം. എന്നാലും ഒരു മുസ്ലിം അവരെ നോക്കുന്ന സമയത്ത് അവരെ മനസ്സിന്റെ ഉള്ളിൽ ഇതൊരു മുസ്ലിമിന് പാടില്ലാത്തതാണല്ലോ എന്നൊരു ചിന്ത അവളിൽ ഉണ്ടാവും. അവൾ അർദ്ധനഗ്നയായി ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങോട്ട് തീരെ മെയിൻറ്റ് ചെയ്യാതെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമിന് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേകത എന്നവർ ആലോചിക്കും. ആ ആലോചന മതിയാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ തിരിച്ചു വരാൻ. ഇസ്ലാം ലോകത്ത് വളർന്നത് ഒരുപാട് പ്രവർത്തനങ്ങളായിരുന്നില്ലല്ലോ. ഇസ്ലാമിന്റെ വളർച്ച 3 രൂപത്തിലാണ് ലോകത്ത് നടന്നു വരാറുള്ളത്. 1, സുന്നത്തുകൾ ഹയാത്താക്കുന്ന മനുഷ്യരെ കൊണ്ടാണ്. 2, പരിശുദ്ധ ഖുർആൻ ഓതി സംസാരിക്കുന്ന മുഅ്മിനീങ്ങളെ കൊണ്ടാണ്. 3, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മൂന്നാമത് ഇസ്ലാം വളരാറുള്ളത്. ഈ 3 സാഹചര്യങ്ങളാണ് ഇസ്ലാമിനെ വളർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം നല്ല ജീവിതത്തിനാണ്. നിങ്ങളൊരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോ ളുഹർ ബാങ്ക് കൊടുത്തു, നിങ്ങളുടെ കൂടെ ഒരു അമുസ്ലിം സഹോദരനുണ്ട്. നമ്മൾ വേഗം അഡ്ജസ്റ്റ്മെന്റ് തീരുമാനിക്കും. അവൻ കൂടെയുള്ള സമയത്ത് നിസ്കരിക്കാൻ പോയിട്ട് അവന് പ്രയാസം ഉണ്ടാവണ്ട. അങ്ങനെ മുഅ്മിൻ ചിന്തിക്കരുത്. അവനുണ്ടെങ്കിൽ നിങ്ങൾ പതിവായി ജമാഅത്തിന് പോകാറില്ലെങ്കിൽ അന്ന് പോയിരിക്കണം. നിങ്ങൾ പതിവായി ജമാഅത്തിന് പോകുന്ന ആളല്ല, നിങ്ങളെ കൂടെ ഒരു അമുസ്ലിം സഹോദരനുണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും അന്ന് ജമാഅത്തിന് പോയിരിക്കണം. അവൻ എന്താ ചിന്തിക്കുക എന്ന് ആലോചിക്കുന്നതിന് പകരം അവൻ എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് ആലോചിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമാകണം. നിങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിന് കൃത്യമായി പോകുന്നത് കണ്ടാൽ അവന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ചിന്ത കയറും. അങ്ങനെ പരിശുദ്ധ ദീനിന്റെ ശാദ്വല തീരമണഞ്ഞ 100 കണക്കിന് മുഅ്മിനീങ്ങളിലെ മലയാളക്കരയിൽ പോലും ക്യാമ്പസിൽ പഠിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ കണ്ടു മാത്രം പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കിയവർ ഈ ബാംഗ്ലൂരിൽ വന്ന് മലയാളക്കരയിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്ന് നേഴ്സിംഗ് പഠിക്കാൻ വന്ന ഒരു സുഹൃത്ത് പോലും കൂടെയുള്ള ആളുടെ തഹജ്ജുദ് നിസ്കാരം കണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിൽ തേടിയെത്തിയവരുണ്ട്. കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ സ്ഥിരമായി തഹജ്ജുദിനെ എഴുന്നേൽക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ഈ സുഹൃത്ത് പലപ്പോഴും ചിന്തിക്കും, നല്ല തണുപ്പുള്ള കാലത്തും അവർക്ക് തഹജ്ജുദുണ്ട്, നല്ല ചൂടുള്ള കാലത്തും അവർക്ക് തഹജ്ജുദുണ്ട്. രാത്രി എല്ലാവരും കഥ പറഞ്ഞിരുന്ന് നേരം വൈകിയാലും തഹജ്ജുദിന്റെ സമയമായാൽ പിന്നെ സൂര്യോദയം വരെ ഉറങ്ങാൻ തയ്യാറില്ലാത്ത തന്റെ കൂടെ കിടക്കുന്ന സുഹൃത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോ അവരുടെ ഖൽബിന്റെ സമാധാനം എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല എന്നാലോചിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സന്ദേശത്തിലേക്ക് തിരിച്ചു നടന്നവരുണ്ട്. ഇത് നമ്മുടെ ജീവിതം കൊണ്ട് കൊടുക്കാവുന്ന മെസ്സേജാണ്. ഇതിന് നിങ്ങൾ കുറെ സംസാരിക്കണ്ട. നിങ്ങൾ അവരെ ഒരിക്കൽ പോലും നേരെ വന്ന് ഇസ്ലാം നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയണ്ട. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള മുസ്ലിം ആവുക. നിങ്ങൾ ആരുടെ മുമ്പിലും ക്വാളിറ്റിയുള്ള മുസ്ലിം ആവുക. നിങ്ങൾ ക്വാളിറ്റിയുള്ള മുസ്ലിമാണോ, നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഒരു സമൂഹം ഈ അങ്ങാടിയിൽ പോലും ഉണ്ടാവും. നിങ്ങളുടെ നടത്തത്തെ, നിങ്ങളുടെ ഇരുത്തത്തെ, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളെ സൂക്ഷ്മതയോടുകൂടെ നോക്കുന്ന, എന്നാൽ അതിലൊക്കെ ഒരു ഇസ്ലാമിയത്തിനെ കണ്ടെത്തുന്ന ഒരു സമൂഹം ഉണ്ടാവും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നല്ല മുസ്ലിമായി വളർന്നാൽ ഇസ്ലാം വളരാൻ പിന്നെ ഇവിടെ മറ്റൊരു സംവിധാനത്തിന്റെ ആവശ്യമില്ല എന്നതുകൊണ്ടാണ് 100 ശുഹദാഇന്റെ പ്രതിഫലം ദീൻ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഹയാത്താക്കി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രം അല്ലാഹു ഏറ്റെടുത്തത്. മറ്റൊരു ഹദീസ് നോക്ക്. ഹറാമുകൾ പരസ്യമാകുന്ന ഒരു കാലത്തെ കുറിച്ച് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ കാലത്ത് അല്ലാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറുള്ളവൻ ഫലഹു അജ്റു 50 മൻ സഹിബനി, എന്റെ കൂടെ ജീവിച്ച 50 സ്വഹാബത്തിന്റെ പ്രതിഫലവും 50 സ്വഹാബത്തിന്റെ ദറജയും അവൻ അല്ലാഹു നൽകുമെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുന്നത്തുകളെ നമ്മൾ നന്നായി ഹയാത്താക്കി ജീവിക്കുക. ഇത് നമ്മുടെ സ്വകാര്യ ജീവിതം മുതൽ തുടങ്ങണം. ചെരുപ്പ് ധരിക്കുന്നത് മുതൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തിന് ഓർമ്മ വേണം. എല്ലാത്തിലും സുന്നത്തിന് ഓർക്കുന്നവനെ പൊതു ജീവിതത്തിലെ സുന്നത്ത് പാലിക്കാൻ പറ്റൂ. ഒരാൾ ചെരുപ്പ് ധരിക്കാൻ, അപ്പോൾ അവന്റെ ഖൽബിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ധരിച്ചു എന്ന് ചിന്തിക്കണം. ഒരാൾ ഡ്രസ്സ് ധരിക്കാൻ, അവിടെ റസൂലുള്ള ധരിച്ചൊരു സ്റ്റൈലുണ്ട്. അതാണ് ഒരു മുഅ്മിനിന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലാ വേണ്ടത്. മുത്തനബി ഡ്രസ്സ് എടുത്താൽ ഒന്ന് കൊടയും, അപ്പൊ നമ്മളൊന്ന് കൊടയണം. അതിന്റെ ഉള്ളിൽ എന്തോ ആനക്കുട്ടിയുണ്ടെങ്കിൽ പുറത്തു പോകും സ്വാഭാവികമായും. അതിനല്ല, റസൂലുള്ള അങ്ങനെ കൊടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ചിരങ്ങ ഇഷ്ടപ്പെടാത്ത മഹാനായിരുന്നു.
ഒരു ദിവസം ഹബീബായ നബി തങ്ങളെ വീട്ടിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരങ്ങ കഴിക്കുന്നത് കണ്ടു. ആയിഷ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു അന്നു മുതൽ വഫാത്ത് വരെയുള്ള എല്ലാ ദിവസവും ചിരങ്ങ വീട്ടിൽ വാങ്ങി വെക്കും. എന്നും അത് കറി കഴിക്കും. സത്യത്തിൽ സ്വന്തം വ്യക്തി ജീവിതത്തിലെ താല്പര്യമായിരുന്നില്ലാതെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നോ എങ്കിൽ എനിക്കും ഇഷ്ടമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്ത പണിയാണ്. ഇങ്ങനെയുള്ള ഒരു ഇത്തിബാഅ് നമ്മുടെ ജീവിതത്തിൽ വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പൂർണ്ണമായി എല്ലാ ഭാഗവും എല്ലാത്തിലും നിരന്തരമായി കൊണ്ടു നടക്കാൻ പലർക്കും സാധ്യമായിട്ടില്ലെങ്കിലും സാധ്യമാകുന്ന ഒരു സുന്നത്ത് നമുക്ക് മിസ്സാവാതിരിക്കണം. നിങ്ങൾ രാവിലെ ഒന്ന് എണീറ്റ് ബ്രഷ് ചെയ്യും, ഖൽബിൽ ഒരു നിയ്യത്ത് സൂക്ഷിക്കുക. ഹബീബായ നബി തങ്ങൾ അങ്ങനെ ബ്രഷ് ചെയ്തോ, അങ്ങനെ ഞാനും ചെയ്യുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്യാം. റസൂലുള്ള ബ്രഷ് എടുത്ത ബിസ്മി ചൊല്ലും, വലതു ഭാഗം മുന്തിക്കും. എന്തായാലും 5-6 തവണ ബ്രഷ് ചെയ്യുമ്പോൾ തുപ്പൂല, അത് ഇടതു ഭാഗത്തേക്ക് തുപ്പാറുള്ളൂ. ഇത് മാത്രം ചെയ്താൽ 10 സുന്നത്ത് ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് മനുഷ്യന് കിട്ടും. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഡ്രസ് എടുക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രസ് ഒന്ന് കുടയും, ബിസ്മി ചൊല്ലിയേ ധരിക്കൂ, വലതു ഭാഗം മുന്തിച്ചേ ധരിക്കൂ. എങ്കിൽ നമ്മളും അങ്ങനെ തന്നെയാവണം. അതിൽ മറ്റൊന്നും കാണണ്ട. ഹബീബായ നബി തങ്ങൾ അങ്ങനെ ചെയ്തു, ഞാനും അങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതുക. 2 ഉപകാരം ഇവിടെ ലഭിക്കും. ഒന്ന്, മദീനയോട് മുഅ്മിനിന്റെ ഖൽബിന് കണക്ഷൻ ഉണ്ടാകും. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബോധം നമ്മുടെ ഖൽബിൽ എല്ലാ സമയത്തും ലൈവായി നിലനിൽക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൻത ഉമ്മുൻ അം അബു ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع المبتحي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നമ്മുടെ ഖൽബിനൊരു ബന്ധം വേണം. 2 ആളുകളാണ് നമ്മുടെ റൂഹിനേക്കാളും നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. 2 ആള് മാത്രമാണ് നമ്മുടെ റൂഹിനേക്കാളും നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ഒന്ന് അല്ലാഹയാണ്, ഒന്ന് അല്ലാഹുവാണ്, 2 മുഹമ്മദ് മുസ്തഫ. 2 ആളുകളുടെയും ബന്ധം റൂഹിനേക്കാളും അടുത്താണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മുടെ റൂഹിനേക്കാളും നമ്മോട് ബന്ധമുള്ള ഒരാൾ മുഹമ്മദ് മുസ്തഫ. നഹ്നു അഖറബു ഇലൈക്കും മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹുവിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ റൂഹിനേക്കാളും അവർക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ആന്തരികമായ ഒരു അർത്ഥമുണ്ട്. നമ്മുടെ റൂഹ് ഞാനും നിങ്ങളും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും ഞാനും നിങ്ങളും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുക അല്ലാഹുവും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. നമ്മൾ സ്വർഗ്ഗത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും? നിങ്ങൾ പറയാതെ ഞാനും നിങ്ങളും സ്വർഗത്തിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും? അല്ലാഹുവാണ്. ഇത് അല്ലാഹുവാണ് നാം സ്വർഗത്തിൽ പോകാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയാത്തതാണ് നമ്മുടെ ഈമാനിന്റെ പ്രശ്നം. അത് നമ്മുടെ ഈമാന്റെ പ്രശ്നമാണ്. ളുഹർ നിസ്കരിച്ചില്ലേ? ളുഹർ നിസ്കരിച്ചോ? ഒരു റക്അത്തിൽ 6 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ടുണ്ടാവും. 4 റക്അത്തിൽ 24 തവണ, 12 തവണ അല്ലാഹുവിനെ ഓർത്തവരെന്ന് എണീറ്റുന്നത്. അല്ലാഹു അക്ബർ എന്ന് 24 തവണ ചൊല്ലി ഇല്ലേ? ഉണ്ടോ? 12 തവണ അല്ലാഹുവിനെ ആരെങ്കിലും ഓർത്തോ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിയവനെന്ന് അർത്ഥം വെക്കരുത്. വലിയവനെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ബിസിനസ് വലിയ കാര്യമല്ലേ? അപ്പൊ നമ്മൾ അല്ലാഹു അക്ബർ, ബാക്കി പിന്നെ ബിസിനസ് ആവും. പഞ്ചത്തും ഫാത്തിയൊക്കെ ഓട്ടോമാറ്റിക്കലി നാവിലൂടെ വരുമല്ലോ. അല്ലാഹുവിന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരും എന്താ? ആമീൻ വരും. അല്ലാഹു എനിക്ക് ഹിദായത്ത് തരണമെന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു സ്വഭാവമാവരുത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു വലിയവനാണ് എന്ന് മാത്രം ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് വലുതാണ്, നമുക്ക് നമ്മുടെ കച്ചവടം വലുതാണ്, പഠനം വലുതാണ്, ജോലി വലുതാണ്. അപ്പൊ സ്വാഭാവികമായും കുറച്ച് കഴിയുമ്പോഴേക്ക് വജ്ജഹത്തൊക്കെ കഴിയുമ്പോഴേക്ക് ചിന്ത അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ?
തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനായാൽ മതിയോ? അങ്ങനായാൽ മതിയോ? നമ്മുടെ റൂഹിനേക്കാളും നമ്മോട് ബന്ധമുള്ള അല്ലാഹുവോടാണ് നമ്മുടെ സംസാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീയാണ് എന്റെ ഖൽബിൽ എല്ലാത്തിനേക്കാളും വലുതെന്നാണ്. നിന്നേക്കാളും വലുത് എനിക്കൊന്നും ചിന്തിക്കല്ല എന്ന് തന്നെ ഖൽബിൽ ആലോചിക്കണം. അല്ലാഹുവിനേക്കാളും വലുതൊന്നും ആലോചിക്കല്ല, അങ്ങനെ തന്നെ ചിന്തിക്കണം. പിന്നെ നമ്മൾ നമ്മുടെ കീശയിലുള്ള മൊബൈൽ ഫോണിലേക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് മൊബൈൽ വൈബ്രേറ്റ് ചെയ്താൽ ആരാണ് എന്നെ മിസ് കോൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാൻ പാടില്ല. അത് നിസ്കാരത്തിൽ ചിന്തിക്കേണ്ട വിഷയമല്ല. നമുക്കിങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് കാലിന് അമ്പ് തറച്ചപ്പോ ഞാൻ നിസ്കരിച്ചോളാം, നിങ്ങൾ പഠിച്ചെടുത്തോളൂ എന്ന് പറയാൻ നല്ല വികാരം ഉണ്ടാവും. എന്തുകൊണ്ട് അവരറിയാതെ പോയത്? കാലിൽ നിന്ന് അമ്പ് പറിച്ചെടുക്കുമ്പോൾ അറിയാതെ പോയത് എന്തുകൊണ്ടാ? അല്ലാഹ് എന്നുള്ള ചിന്ത കൽബിലുള്ളത് കൊണ്ടാണ്. ഞങ്ങളെ ക്യാമ്പസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കാമുകിയോട് ഫോൺ ചെയ്യുന്ന ഒരു കാമുകൻ ഫോൺ കയ്യിലെടുത്ത് അങ്ങനെ യാത്ര ചെയ്യും. അദ്ദേഹം നടക്കുന്നുണ്ടാവും, അദ്ദേഹത്തിന് പരിസര ഓർമ്മയുണ്ടാവില്ല. പിന്നെ അവള് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഇത്ര നടന്നല്ലോ എന്ന് ചിന്തിക്കുള്ളൂ. അത് പ്രണയത്തിന്റെ റിസൾട്ടാണ്. യഥാർത്ഥത്തിൽ അതിനേക്കാളും നല്ല പ്രണയം നിസ്കാരത്തിൽ അനുഭവിക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാനിന് രണ്ട് സ്റ്റേജാണ്. ഈമാനിനെ അറിയുന്ന സ്റ്റേജും ഈമാനിനെ അനുഭവിക്കുന്ന സ്റ്റേജും ഉണ്ട്. ഈമാനിനെ അറിയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അതിലാണ് പലപ്പോഴും നമ്മൾ ഉണ്ടാവുക. ഈമാൻ എന്താ വെച്ചാൽ നമുക്കൊക്കെ പറയാം. ഈമാനിനെ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെയാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാലിൽ നിന്ന് അമ്പ് തറച്ചപ്പോൾ അമ്പ് പറിച്ചപ്പോൾ അറിയാതെ പോയത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ചെയ്തത് നിസ്കാരമാണല്ലോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ആസ്വാദനമായിരുന്നു നിസ്കാരം. യാ ബിലാൽ വരിഹ്നാ ബിസ്സലാ, ബിലാലെ നമുക്കൊന്ന് നിസ്കാരം ആസ്വദിക്കാം എന്ന് ഇടയ്ക്കിടെ പറയുമായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം അറിയലല്ല അവിടെ ഉണ്ടായത്, ഈമാനിനെ അറിയലല്ല, ഈമാനിനെ ആസ്വദിക്കലായിരുന്നു. അവിടേക്കാണ് സത്യത്തിൽ ഒരു മുഅ്മിൻ എത്തേണ്ടത്. അത് എത്താൻ വേണ്ടത് അല്ലാഹു അക്ബർ എന്നുള്ളത് ബോധത്തോടെ പറയാൻ പറ്റണം. അല്ലാഹു അക്ബർ, റബ്ബേ എന്റെ ഖൽബിൽ നിന്നേക്കാളും വലുതൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ പറയാം. ഇതിന് റുക്കൂയിലേക്കുമ്പോ വീണ്ടും പറയാം, സുജൂദിലേക്കുമ്പോ വീണ്ടും പറയുന്നു. ഇതിന്റെ ഇടയിൽ, രണ്ട് സുജൂദിന്റെ ഇടയിലൊക്കെ നാം ഇത് 4 തവണ പറയുന്നു. എന്നിട്ട് പോലും നമ്മുടെ ഖൽബിൽ അല്ലാഹു അക്ബർ ആണെന്ന് തോന്നാതിരുന്നാലോ? അല്ലാഹുവിനെ പറ്റിക്കലാവൂലേ? ഈ വിഷയം മനസ്സിലായോ? ഇത് അല്ലാഹുവിനെ പറ്റിക്കലാവൂലേ? സുജൂദിലേക്ക് പോകുമ്പോൾ പറയും അല്ലാഹു അക്ബർ. നമ്മൾ സുജൂദ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയം, അല്ലാഹുവോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം. അപ്പോൾ നമ്മൾ ഖൽബിൽ ചിന്തിക്കുന്നത് ദുനിയാവ്. വീണ്ടും അല്ലാഹുവോട് പറയും അല്ലാഹു അക്ബർ, എന്റെ ഖൽബിൽ വലുത് നീയാ റബ്ബേ. എന്നിട്ട് അല്ലാഹുവോട് ചോദിക്കും റബ്ബ് ഗഫിർലി വർഹംനി. ആ ദുആനൊക്കെ ഗൗരവം നോക്കും മുഅ്മിനെ. അല്ലാഹുവേ എനിക്ക് മഗ്ഫിറത്ത് തരണം, റബ്ബേ എനിക്ക് റഹ്മത്ത് തരണം, അല്ലാഹുവേ എന്റെ ദറജ വർദ്ധിപ്പിച്ചു തരണം, എന്റെ പ്രയാസങ്ങളെ പരിഹരിച്ചു തരണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ഹിദായത്ത് വേണം, എനിക്ക് സമ്പത്ത് വേണം. ഇതൊക്കെ ചോദിക്കാം അല്ലാഹുവോട്. സാമ്പത്തികമായി പ്രയാസപ്പെട്ട് കടബാധ്യതയുള്ളവൻ പോലും വർസുഖ്നി എന്ന് പറയുമ്പോ എനിക്ക് റിസ്ക് വേണമെന്ന് ഖൽബിൽ ചിന്തിക്കുന്നില്ല. നമ്മുടെ ഖൽബിൽ ഇത് ആവശ്യമില്ലെങ്കിൽ പിന്നെ അല്ലാഹു എങ്ങനെ നൽകും? നമ്മുടെ ഖൽബിലൊരു നമുക്കത് കിട്ടണമെന്ന് ആഗ്രഹം വേണ്ടേ? ഒരൊറ്റ സംഭവം ഞാൻ പറഞ്ഞു തരാം. സയ്യിദുനാ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോവാണ്. മുഅ്മിനീങ്ങളെ ശരിക്കും ചിന്തിക്കണേ. അപ്പോൾ ഒരാൾ വളരെ പ്രയാസപ്പെട്ട് ദുആ ചെയ്യുന്നുണ്ട്. അയാൾ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മൂസ അലൈഹിസ്സലാമിന് തോന്നി, ഇയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് ദുആ ചെയ്തിട്ട് നീ ഉത്തരം നൽകുന്നില്ലല്ലോ, ഇയാളുടെ വിഷയം എനിക്ക് വിട്ടു തന്നാ ഞാൻ പരിഹരിച്ചോളാം എന്ന് സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാം ഭയങ്കര സിമ്പതി മനോഭാവക്കാരനാണ്, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര സിമ്പതിയുമാണ്. ബഹുമാനപ്പെട്ടവർക്ക് തോന്നി റബ്ബേ ഈ വിഷയം എനിക്ക് വിട്ടു തന്നാ ഞാൻ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു പറഞ്ഞു യാ മൂസ അന അർഹമു ബിഹി മിൻക, മൂസ നബിയെ നിങ്ങളെക്കാളും അവർക്ക് റഹ്മത്ത് ചെയ്യാൻ നല്ലത് ഞാൻ തന്നെയാണ്. ലാകിന്നഹു യദ്ഊനി, അദ്ദേഹം എന്നോട് ദുആ ചെയ്യുന്നുണ്ട്. വലഹു ഗനമുൻ, അയാൾക്ക് കുറച്ച് ആടുകളുണ്ട്. വഖൽബുഹു ഇൻദ ഗനമിഹി, അയാളുടെ ഖൽബുള്ളത് ആടിന്റെ അടുത്താ. ദുആക്ക് വളരെ ഉഷാറാ, ഖൽബുള്ളത് ആടിന്റെ അടുത്താ. പിന്നെ ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കും എന്ന് അല്ലാഹു തആല സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. നമ്മളെ വിഷയത്തിലോ അയാൾ ആടെ ആലോചിച്ചിട്ടുള്ളൂ, നമ്മളോ
നമ്മൾ റബ്ബ് ഗഫിർലി വർഹംനി വജ്ബുർനി ചൊല്ലാം. ഖുനൂത്തിൽ ചോദിക്കും അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വലിയ ദുആൻ വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത്. റബ്ബേ നീ ഏറ്റെടുത്ത ആളുകളെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമെന്നാ ദുആ ചെയ്യുന്നത്. അല്ലാഹു ഏറ്റെടുത്തവരുടെ അവസ്ഥ നോക്ക്. സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഏറ്റെടുത്തപ്പോ തീ മുന്നിൽ കണ്ടപ്പോഴും ഇബ്രാഹിം നബി പറഞ്ഞു ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. തീനോട് അല്ലാഹ് പറഞ്ഞു ഇനി ചൂട് വേണ്ട, തണുപ്പ് മതി. അല്ലാഹു ഏറ്റെടുത്തുള്ള റിസൾട്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഏറ്റെടുത്തവരാ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ജൂതൻ വന്നു, വാളെടുത്ത് ചോദിച്ചു ഞാൻ വെട്ടിയാൽ ആര് സംരക്ഷിക്കും? അല്ലാഹ് എന്ന് പറഞ്ഞു. വീണ്ടും ജൂതൻ ചോദിച്ചു മൻ യംനഉക മിന്നീ, നബിയെ ഞാൻ വാളെടുത്ത് വെട്ടിയാൽ ആരാ നിങ്ങളെ സംരക്ഷിക്കുക? എന്നെ എന്റെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ തവണ പറഞ്ഞപ്പോഴല്ലേ ജൂതന്റെ കയ്യിൽ നിന്ന് വാള് നിലത്തേക്ക് വീണത്. ഇത് അല്ലാഹു ഏറ്റെടുത്താൽ പിന്നെ കാര്യം അല്ലാഹു നോക്കിയിരിക്കും. നബി തങ്ങളും സിദ്ദീഖ് തങ്ങളും ഗുഹയിലിരിക്കുമ്പോഴല്ലേ അവരെ നോക്കി ശത്രുക്കൾ മുകളിലൂടെ 150-ലധികം വരുന്ന ശത്രുക്കൾ നടന്നു പോയത്. അവരെ സംരക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. അല്ലാഹു ഏറ്റെടുത്തപ്പോൾ അല്ലാഹു ചെയ്തത് ഒരു ചിലന്തി വല അവിടെ കെട്ടിവെക്കലാണ്. അല്ലാഹുവിനെ ഒരാളെ സംരക്ഷിക്കാൻ ചിലന്തി വല മതിയാവും. അബ്രാദു സംഘവും കഅബ പൊളിക്കാൻ വന്നു. അല്ലാഹു നേരിടാൻ വേണ്ടി എന്താ ചെയ്തത്? അല്ലാഹുവിന് ആവശ്യം വന്നത് ഒരു ചെറിയ കല്ല് മാത്രമാണ്. ഇവരാണ് നമ്മുടെ റബ്ബ്. ആ അല്ലാഹുവോട് നമ്മൾ പറയുകയാണ് അല്ലാഹുവേ നീ ഏറ്റെടുത്തവരെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ നമുക്ക് അല്ലാഹ് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹം പോലും ഇല്ലാതിരുന്നാലോ? ഇതൊക്കെ നമ്മൾ മാറണം. അല്ലാഹു അക്ബർ എന്നുള്ളത് നമ്മുടെ ഖൽബിന്റെ ബോധമാവണം. എപ്പോഴും നമുക്ക് വലുത് അല്ലാഹയാണ്. അല്ലാഹ് ഭൂമിയിലും കടലിലും കരയിലുമുള്ളതെല്ലാം കൃത്യമായി അറിയുന്ന റബ്ബുണ്ടല്ലോ നമുക്ക്. ആ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ ഇനി ആരാ ലോകത്ത് അക്ബർ ആവുക? ഏറ്റവും വലിയവൻ ആ റബ്ബാണ് എന്ന ബോധം ഉള്ളിലുണ്ടായാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ബോധമുള്ളവന് ദഅവത്ത് എളുപ്പമാണ്. ആ ബോധമുള്ളവന് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്താനും എളുപ്പമാണ്. അതിന് കുറെ മാറ്ററൊന്നും ആവശ്യമില്ല. അള്ളാഹുവാണ് അക്ബർ എന്ന് ഒരു മനുഷ്യന്റെ കൽബിൽ ബോധമാണെങ്കിൽ അവൻ എങ്ങോട്ട് നോക്കിയാലും ഇത് ബോധ്യമാവും. ഭൂമിയുടെ 13,000 ഭൂമി ഫിറ്റ് ചെയ്യാനുള്ള വലിപ്പത്തിലാണ് അള്ളാഹു സൂര്യനെ സംവിധാനിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഞാൻ പറഞ്ഞ വല്ല തെറ്റുണ്ടോ? ധരമുണ്ടാത്ത 13,000 ഭൂമിയുടെ വലിപ്പമുണ്ട്. എന്തിന്? ഈ 13,000 ഭൂമി അങ്ങനെ കൊണ്ടുപോയാൽ സൂര്യനിൽ കൊണ്ടുപോയാൽ ഫിറ്റാക്കാൻ പറ്റും. ഇതിനെ സംവിധാനിക്കുന്ന ഒരു അല്ലാഹു അക്ബർ അല്ലെങ്കിൽ ഇനി ആരാ അക്ബർ ആവുക? ആ അല്ലാഹുവിനെ കുറിച്ചാണ് ഞാനും നിങ്ങളും നിസ്കാരത്തിൽ പറയുന്നത്. അല്ലാഹു അക്ബർ. റബ്ബേ എന്റെ ഖൽബിൽ ഏറ്റവും വലിയവൻ നീയാണ്. അത് പറയുമ്പോൾ ആ ബോധം ഉള്ളിൽ ഉണ്ടാവണം. ഒരു മറുഭാഗം നോക്ക് നിങ്ങൾ. അല്ലാഹു നൽകിയ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമ് ഞാനും നിങ്ങളും നോക്കി. അല്ലാഹു നൽകിയ കാതുകൊണ്ട് ഒരുപാട് ഹറാമുകൾ ഞാനും നിങ്ങളും കേട്ടു. അല്ലാഹു നൽകിയ നാവ് കൊണ്ട് ഒരുപാട് ഹറാമുകൾ ഞാനും നിങ്ങളും സംസാരിച്ചു. ഇതുവരെ ആയുസ്സിലെ ഒരു മിനിറ്റെങ്കിലും അല്ലാഹു എന്നെയോ നിങ്ങളെയോ മറന്നുപോയിട്ടുണ്ടോ? ഒരു മിനിറ്റ് നമ്മെ അല്ലാഹു മറന്ന ഒരു മിനിറ്റ് ഉണ്ടാവുമോ? സാധ്യത ഉണ്ടോ? അല്ലാഹു നമ്മെ മറന്നാൽ നമുക്ക് ആ മിനിറ്റ് ശ്വസിക്കാൻ കഴിയൂല. അഥവാ ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തീരുമാനം ആയിട്ടുണ്ടോ? മനസ്സിലായോ? അല്ലാഹു ഒരു മിനിറ്റ് എന്നെയോ നിങ്ങളെയോ മറന്നാൽ ആ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വിഷയം തീരുമാനമാവും. ബാംഗ്ലൂരിലാണെങ്കിൽ പെട്ടിയിലാക്കി ഇവിടുന്ന് കൊണ്ടുപോകും. നാട്ടിലാണെങ്കിൽ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഖബർസ്ഥാനിൽ വെച്ച്. الكون يشكره والعبد يكفره والعبد ينسى وربي ليس ينساه. മനുഷ്യൻ അല്ലാഹുവിനെ നിഷേധിക്കുകയും അല്ലാഹുവിനെ മറക്കുകയും ചെയ്താലും റബ്ബി ലൈസ യൻസാഹു, മനുഷ്യനെ ഒരിക്കൽ പോലും മറക്കാത്തവനാണ് അല്ലാഹ്. അള്ളാഹനെ ശരിക്കുള്ളിൽ ബോധം വേണം. ഇതിന്റെയും അപ്പുറം അല്ലാഹു തന്ന നിഅമത്തൊക്കെ നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ അല്ലാഹു മലായികത്തിനെ ഏർപ്പാട് ചെയ്യാം. നമുക്ക് വേണ്ടി 2 ടൈപ്പ് മലായികത്തിന് അല്ലാഹു ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഏർപ്പാട്. ഞാനും നിങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മലായികത്ത്. രണ്ടാമത് നാം ചില അമൽ ചെയ്താൽ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മലായികത്ത്.
ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു. അല്ലാഹുവിന്റെ മലായികത്ത് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ മലായികത്ത് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. അർശിനെ ചുറ്റുന്ന മലായികത്തിന്റെ പണിയാണ് ഇസ്തിഗ്ഫാർ എന്ന് മറ്റൊരായത്തിൽ അല്ലാഹു ഇത് വിശദീകരിക്കുന്നുണ്ട്. വല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗല യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും അറിയാതെ ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അല്ലാഹു അർശിനെ ചുറ്റുന്ന മലക്കുകൾക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ തമ്മാടിത്തം ചെയ്യണം നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ അല്ലാഹു മലക്കിനെ ഏർപ്പാട് ചെയ്യുന്നുവെങ്കിൽ ആ അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ അളവത്ര വലുതാ. ഇനി ഒരു മുഅ്മിനായ മനുഷ്യൻ സുബഹിക്ക് ശേഷം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തോ അതല്ലെങ്കിൽ സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്തോ ഓതാൻ തയ്യാറാണെങ്കിൽ, സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ 4 ആയത്ത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്ത് രാവിലെ ഒരാൾ ഓതാൻ റെഡിയാണെങ്കിൽ 70,000 മലായികത്തിന് അല്ലാഹു ഡ്യൂട്ടി ഉടനെ കൊടുക്കും. ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഇന്നാൾക്ക് വേണ്ടി വൈകുന്നേരം വരെ ഇസ്തിഗ്ഫാർ ചൊല്ലലാണ് എല്ലാ ഡ്യൂട്ടി. മനസ്സിലായോ? നിനക്ക് പറഞ്ഞ മനസ്സിലായോ? വൈകുന്നേരം അയാൾ ഓതി, എന്നാൽ രാവിലെ വരെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത 70,000 മലായികത്തിന് അല്ലാഹു കൊടുക്കുന്ന ഡ്യൂട്ടി പാപികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കലാണ്. അല്ലാഹുവിന് നമ്മോട് സ്നേഹം ഉണ്ടാവുമല്ലേ? ഉണ്ടോല്ലേ? എന്താണ് മനസ്സറിഞ്ഞ് പറയാത്തെ? അല്ലാഹുവിന് നമ്മോട് സ്നേഹമുണ്ടോ ഇല്ലേ? അള്ളാനെ ശരിക്കൊന്ന് ഖൽബിൽ ചിന്തിക്ക്. എന്നിട്ടൊന്ന് അല്ലാഹു അക്ബർ എന്ന് നിസ്കരിക്കുമ്പോൾ പറ, അപ്പോൾ ഒരു ബോധം ഉണ്ടാവും. നോക്കി, അല്ലാഹു തആല പൂർവകാല സമുദായത്തിന് ഒരുപാട് ആയുസ് കൊടുത്തു. അവരൊരുപാട് ഇബാദത്തും ചെയ്തു. 900 വർഷം ജീവിച്ച ആളുകൾ പഴയ കാലത്തുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം 1000-ലധികം വർഷം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളിൽ ഒരുപാട്, ഒരാൾക്ക് 95 മാർക്ക് കൊടുത്താൽ ഈ ഒരു ഹജ്ജ് ചെയ്താൽ അല്ലാഹു എത്ര മാർക്കാ കൊടുക്കുക? ഒന്ന് നോക്കുക, ഒരു ഹജ്ജിന്റെ കൂലിയാണ് എന്ന് ചൊല്ലി, എന്നാലും ഒരു ഹജ്ജിന്റെ കൂലിയാണ്. ആയിഷ ബീവിയോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ദിക്ർ ഉറങ്ങും മുമ്പ് ചൊല്ലിയാൽ ഖദ് ഹജ്ജതി വഅതമർതി, നീ ഒരു ഹജ്ജ് ഉംറയും ചെയ്തവളെ പോലെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുബഹി കഴിഞ്ഞു സൂര്യോദയം വരെ ദിക്ർ ചൊല്ലിയിരുന്നു, ഹജ്ജിന്റെ കൂലിയാണ്. പള്ളിയിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു, അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് വുളൂ ചെയ്തു, ദീന് കേൾക്കണമെന്ന താല്പര്യത്തോടെ പോയിരുന്നു, ഹജ്ജിന്റെ കൂലിയാണ്. ഒരുപാട് അമലുകൾ, ചെറിയ അമല് കൊണ്ട് 400 അല്ല 4000 ഹജ്ജ് ചെയ്ത ഏതെങ്കിലും ഒരു ഉമ്മത്തിലെ മെമ്പർ വന്നാൽ പോലും അതിന്റെ മുന്നിൽ നിൽക്കാൻ മാത്രം പ്രതിഫലം നേടാനുള്ള ലളിത മാർഗങ്ങളെ പഠിപ്പിച്ചു തന്നവനാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭിക്കണം എന്ന് ആഗ്രഹിച്ചവരാണ് എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ ഖാലിഖായ റബ്ബ് ജല്ല ജലാലു. അല്ലാഹുവിനെ കുറിച്ച് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. മഹ്ശറയിൽ മുഅ്മിനീങ്ങളിൽ നിന്നൊരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും നിശ്ചയിക്കപ്പെട്ടാൽ പോലും സ്വർഗത്തിലേക്കുള്ളവർ അല്ലാഹു വേഗമയക്കും, നരകത്തിലേക്ക് പോകാനുള്ളവരോട് അല്ലാഹു ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അവരിൽ ചിലരോട് അല്ലാഹു ഒന്ന് കൈ ഉയർത്താൻ പറയും. അവർ കൈ ഉയർത്തുമ്പോൾ കൈവിരലിന് ദുനിയാവിൽ ഒരു മുറിവ് സംഭവിച്ചിരുന്നെങ്കിൽ ആ മുറിവ് നോക്കി പോലും അല്ലാഹു പറയും, ആ മുറിവ് സംഭവിച്ചപ്പോൾ നീ വേദനിച്ചല്ലോ, അതിന് പകരം ഞാൻ നിനക്ക് സ്വർഗം തരാം എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു സ്നേഹമുള്ള റബ്ബാ നമ്മുടെ റബ്ബ്. ആ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ ഇനി ആരാ മുഅ്മിനെ അക്ബർ ആവുക? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന കുറെ ആളുകൾ മഹ്ശറയിൽ വരുന്നു. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച ആളുകൾ മഹ്ശറയിൽ വരും.
അവരോട് തുല്യമാകാൻ നമുക്കെന്താ വഴി? ഹബീബായ നബി തങ്ങളിലൂടെ അള്ളാഹു മാർഗം പഠിപ്പിച്ചു. ഒരുപാട് ആളുകൾ പാതിരാ സമയം മുഴുവൻ നിന്ന് നിസ്കരിച്ചവർ വരുമ്പോ അവരോളം ഞാനും നിങ്ങളും എത്തണം എന്നാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. അഥവാ സ്വർഗത്തിൽ ഞാനും നിങ്ങളും എത്തിയാൽ പോരാ, സ്വർഗത്തിലെ ഉയർന്ന ദർജയിൽ മുഅ്മിനീങ്ങളിൽ നിന്ന് ഓരോരുത്തരും എത്തണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് റബ്ബ്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു ഉമ്മത്തിനെ പഠിപ്പിച്ചത്, ഇദാ സഅൽതുമൂഹുൽ ജന്നത ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സ്വർഗ്ഗത്തിലെത്തിയാൽ മതി എന്ന് ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കേണ്ടത് ജന്നാത്തുൽ ഫിർദൗസാണ്. സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറിയാൽ മതി എന്ന് ചിന്തിക്കാൻ പാടില്ല. സ്വർഗത്തിൽ ഏറ്റവും ടോപ്പ് സ്ഥലം, അമ്പിയാക്കളിൽ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരുണ്ടാകുന്ന അർശിന്റെ നേരെ താഴെയുള്ള ഹബീബായ നബി തങ്ങളുടെ സ്വർഗത്തിലെ സ്ഥാനമായ ജന്നാത്തുൽ ഫിർദൗസിൽ അവസരം കിട്ടണം എന്ന് തന്നെ ചോദിക്കണമെന്നാണ് അല്ലാഹു തആല നബി തങ്ങളിലൂടെ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് അത് നൽകാനാണ് ഇഷ്ടം. നമ്മെ എങ്ങനെയെങ്കിലും ജസ്റ്റ് പാസ്സാക്കി അയച്ചുവിടാനല്ല, ഏറ്റവും ടോപ്പറാക്കി അയച്ചുവിടാൻ ആഗ്രഹിക്കുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അക്ബർ ആവോ? അല്ലാഹു അക്ബർ, റബ്ബേ നീയാണ് എന്റെ ഖൽബിലെ ഏറ്റവും വലിയവൻ, നിന്നേക്കാളും വലുതും ഒന്നുമില്ല എന്ന് തന്നെ. ഇബ്ലീസ് നമ്മളെ ശത്രുവാണല്ലേ? ശത്രുവല്ലേ? ഇബ്ലീസ് ഉപകാരമുള്ള എന്തെങ്കിലും ഉപദേശിക്കോ? ഇബ്ലീസ് ഉപകാരമുള്ള വല്ലതും ഉപദേശിക്കോ? ഉണ്ടോ അല്ലേ? ഇന്ന് സുബഹി നിസ്കരിച്ചത് മുതൽ ഇതുവരെ ഒരു 15 തവണയെങ്കിലും എന്റെ നോട്ടമോ എന്റെ സ്പർശനമോ എന്റെ കേൾവിയോ ഒന്നും ഇബ്ലീസിനെ സന്തോഷിപ്പിച്ചിട്ടില്ല എന്ന് ധൈര്യത്തോടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് സുബഹി നിസ്കരിച്ചത് മുതൽ ഇതുവരെ നമ്മുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രവൃത്തി കാരണം ഞാനും നിങ്ങളും നരകത്തിൽ പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇബ്ലീസിനെ 15 തവണയെങ്കിലും സന്തോഷിപ്പിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതുവരെ ഉറങ്ങിയവർക്ക് പറ്റും, എളുപ്പമാണ്. ഉറങ്ങിയിട്ട് തേരണിട്ടുന്നവര് ഉറങ്ങിയവർക്ക് ഹിസാബില്ല എന്നല്ലേ? അങ്ങനെയാണ്. 3 ആളുകളെ ഹിസാബിൽ നിന്ന് മൂന്നാളുകളെ വിഷയമൊന്നും എഴുതൂല. ഒന്ന് ഉറങ്ങിയവർ എണീക്കും വരെ, 2 ബോധം നഷ്ടപ്പെട്ടവർക്ക് ബോധം തിരിച്ചു വരുന്നത് വരെ, 3 ചെറിയ കുട്ടി പ്രായപൂർത്തിയാവുന്നത് വരെ. അല്ലാത്ത ഏതാണ്ട് എല്ലാ ആളുകളും അപൂർവം സൂക്ഷിച്ച് ജീവിച്ച ആളുകളല്ലാത്തവരൊക്കെ ഇയാളൊന്ന് സന്തോഷിപ്പിക്കും. ഒന്ന് അങ്ങാടിയിലങ്ങ് ഇബ്ലീസ് പറയും, ഒന്നും കൂടെ നോക്കിയിടാണ്, നല്ല രസമുള്ള കുട്ടി പോകുന്നുണ്ട് പറയും. അപ്പൊ നമ്മൾ നോക്കുന്നു കുറെ ആളുകൾ നോക്കിയിട്ട് എന്താ കിട്ടാനുള്ളത്? ഇത് കിട്ടാണ്ടോ? ഇത് കിട്ടാണ്ടോ? യാഫി ഇമാമ് രേഖപ്പെടുത്തിയ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കാലത്തൊരു മഹാൻ പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ അടുത്ത് തവാഫ് ചെയ്യാം. ബാംഗ്ലൂർ ജീവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കഅബയുടെ അടുത്ത് തവാഫ് ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി മുന്നിലൂടെ നടന്നുപോയി. തവാഫ് ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടു. കണ്ടപ്പോൾ അയാള് തവാഫൊക്കെ നിർത്തി വെച്ച് ഈ പെണ്ണിനെ നോക്കാൻ തുടങ്ങി. അത് ഇന്നത്തെ കാലത്തുണ്ട്, പഴയ കാലത്ത് മാത്രമല്ല ഇന്നത്തെ കാലത്തുണ്ട്. തവാഫിനോട് പോയി സെൽഫി എടുക്കുന്ന ടീം, തവാഫിന് പോയി ഒരു ഭാഗത്തിരുന്ന് വരുന്ന സ്ത്രീകളെ നോക്കി നിൽക്കുന്ന മറ്റൊരു ടീം, പല ടീമും ഇന്നും പരിശുദ്ധമായ കഅബയുടെ അടുത്ത് പോകുന്നവരിലുമുണ്ട്. ഇതിങ്ങനെ നോക്കി നിന്നപ്പോ ആ പെണ്ണൊരു പാട്ട് പാടി, വിശാലമായ പാട്ടാണ്. അതിന്റെ ആശയം ഇതാണ്: എടാ, എന്നെങ്ങനെ കുറെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നീ ആഗ്രഹിച്ചതെല്ലാം എന്തായാലും ഞാൻ നൽകൂല, എന്നാ നീ ആഗ്രഹിച്ചത് കൊണ്ട് നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് ലഭിക്കൂല, പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ആക്കണോന്നാണ്. മനസ്സിലായില്ല? നീ ആഗ്രഹിച്ചതെല്ലാം എന്തായാലും നിനക്ക് ലഭിക്കാനുള്ളതല്ല, നീ ആഗ്രഹിച്ചതെല്ലാം നൽകാൻ എനിക്ക് സാധ്യമാവുകയുമില്ല. എന്നാ പിന്നെ നോക്കുന്നത് കൊണ്ട് ലാഭം എന്താ? ലാഭമുണ്ടോ? ഉണ്ടോ? ഇതെല്ലായിടത്തേക്കും ബാധകമാണ്. ഇത് കഅബയുടെ അടുത്ത് മാത്രം അല്ല. ഇത് വിഷയം മനസ്സിലായിണോ? ഇത് വിഷയം മനസ്സിലായോ? നമ്മുടെ ശത്രുവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി.
ഇബ്ലീസ് എല്ലാത്തിൽ നിന്നും നന്മയിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കും. ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള വാക്ക് അല്ലാഹു അക്ബർ എന്ന വാക്കാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ റമളാൻ ഷരീഫ് കഴിഞ്ഞ് ഇബ്ലീസിനെ അല്ലാഹു ലോക്കിട്ട് ഇബ്ലീസിനെ അല്ലാഹു റിലീസാക്കുന്ന ദിവസം, പെരുന്നാളിന്റെ ദിവസം മുഅ്മിനീങ്ങളോട് അല്ലാഹു ഉറക്കെ ചൊല്ലാൻ പറഞ്ഞ ദിക്ർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇബ്ലീസ് നീ എന്തിങ്ങോട്ട് കൊണ്ടുവന്നാലും എന്റെ ഖൽബിൽ വലുത് എന്റെ റബ്ബാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അല്ലാഹു ഏൽപ്പിക്കാനുള്ള കാരണം ഇബ്ലീസിനെ തോൽപ്പിക്കാനുള്ള വാക്കാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടുകാര്യം ആലോചിപ്പിച്ചാൽ, നമ്മുടെ ബിസിനസ് ഇബ്ലീസ് ചിന്തിക്കാൻ പറഞ്ഞാൽ, നമ്മുടെ മറ്റേതെങ്കിലും പരിപാടികൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാൽ അപ്പോഴെല്ലാം നമുക്ക് ഓർമ്മ വരണം അല്ലാഹു ആണ് എന്റെ ഖൽബിൽ ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബറിന്റെ ശത്രു എന്നോട് അല്ലാത്തത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്നാലോചിച്ച് അതിൽ നിന്ന് പിന്മാറി. നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ പൂർണ്ണ അർത്ഥങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിലും അല്ലാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥമെങ്കിലും ചിന്തിച്ച് നിസ്കരിക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാഴ്ച നിങ്ങൾ പരിശീലിച്ചു നോക്ക്, നിങ്ങൾ നിസ്കാരം ശ്രദ്ധയുള്ള നിസ്കാരമാവും, മറ്റേതൊരു ഏർപ്പാടാവും. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ പലരും സലാം വീട്ടുമ്പോ ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞ പരിപാടി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കും. നിങ്ങളെ കുറിച്ചല്ലാട്ടാ, നല്ല മനുഷ്യന്മാരല്ലേ. ഞങ്ങളുടെ നാട്ടിലെ ചില ആളുകളെ കുറിച്ച് പറയാം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ ഖൽബിൽ അല്ലാഹ് മതി. നമ്മുടെ ഖൽബിൽ ഏറ്റവും വലിയവൻ അല്ലാഹു ആകണം. പിന്നെ മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്താൽ അതാരെ വിളിക്കണം, ആരോ വിളിച്ചോട്ടെ, അതാരെ ചിന്തിക്കണം. അല്ലാഹു അക്ബർ അല്ലേ വലുത്. നമ്മൾ വെറുതെ ഇബ്ലീസ് ഒരു കാര്യമില്ലാതെ ചിന്തിപ്പിക്കുക. നിസ്കാരത്തിൽ എന്നോട് ഈ അടുത്തൊരു സുഹൃത്ത് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അത് എപ്പോഴും ഫോണ് ഡിസ്പ്ലേ മുകളിലേക്ക് അയക്കുകയാണ്, അത്ര നിസ്കരിക്കാൻ നിന്ന് ആരെയും വിളിക്കും. ഇയാൾക്ക് ഇതൊന്നും കാണാൻ റാഹത്താവൂല. അത് കണ്ടിട്ടെന്താ കാര്യം? ചെറുപ്പക്കാരൻ ടെൻഷനോടെ പറഞ്ഞതാണ്, എന്തായാലും നോക്കണം, ആരെ വിളിക്കണമെന്ന് അറിയണം. സുജൂദക്ക് പോകുന്ന സമയത്തെങ്കിലും സുഹൃത്തൊന്നും നോക്കും. അതുകൊണ്ട് കാര്യം ഇത് പലരുടെയും അവസ്ഥ. മുഅ്മിനീങ്ങൾ ശരിക്കും ചിന്തിക്കണം. നിസ്കാരം നല്ല നിസ്കാരമായാൽ ജീവിതം നന്നാവും. നിസ്കാരം നന്നായാൽ ജീവിതം നന്നാവും. സുബഹി ജമാഅത്ത് കൂടിയായാൽ പിന്നെ ആ മനുഷ്യനെ കുറിച്ചൊന്നും ആലോചിക്കാനുമില്ല. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അവസാനത്തെ വസിയത്ത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് അവസാനത്തെ വസിയത്ത്, സുബഹി ജമാഅത്തായി നിസ്കരിച്ചു വന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ഒരു മോശമായ വാക്കും പറയരുത് എന്നാണ്. സുബഹി നിസ്കരിച്ചു വന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ മോശമായതൊന്നും പറയരുത്, അവന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തതാണ് എന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിലെ അവസാനത്തെ വസിയത്ത് കൊടുത്തത്. ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് വല്ലാത്ത സുന്ദരാണ്. ഈ ജമാഅത്തുൽ ആഖിറിലാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. അല്ലാഹു ബഹുമാനപ്പെട്ടവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒന്നിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവി പാട്ട് പാടി കൊടുക്കും, സിദ്ദീഖ് തങ്ങൾ പാട്ട് തിരുത്തും. ശരിക്കും മരണം ആസ്വദിക്കുകയായിരുന്നു സിദ്ദീഖ് തങ്ങളൊക്കെ. മരണം ശരിക്കും ആസ്വദിക്കുക. ആയിഷ ബീവി ഒരു പാട്ട് പാടും, അപ്പൊ സിദ്ദീഖ് തങ്ങൾ അങ്ങനെയല്ല പാടണ്ടേ. പിന്നെ ആയിഷ ബീവി വീണ്ടും പാടി ഇബ്നു അബ്ബാസ് തങ്ങൾ നബിയെ കുറിച്ച് പാടിയ പാട്ടാണ്. ഇത് കേട്ടപാട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹ്, അത് നബി തങ്ങളെ കുറിച്ച് പറയേണ്ടതാണ്. ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് സ്വഹാബത്ത് വന്നത്. സ്വഹാബത്ത് സിദ്ദീഖ് തങ്ങൾ വഫാത്താവുകയാണ് എന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, ഞങ്ങളെ വല്ലതും ഉപദേശിക്കണം. രണ്ട് ഉപദേശം കൊടുത്തു. ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കും ദുനിയ, നിങ്ങൾക്ക് ദുനിയാവ് വളരെ വിപുലമായി തുറക്കപ്പെടും, നിങ്ങൾ അതിൽ നിന്ന് ആവശ്യത്തിന്റെ അപ്പുറം എടുക്കരുത്. നിങ്ങൾ സുബഹി നിസ്കരിച്ച ഒരു മനുഷ്യനെ കുറിച്ച് മോശമായത് സംസാരിക്കുകയും ചെയ്യരുത് എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് അവസാനത്തെ വസിയത്താണ്. എന്നിട്ടാണ് കലിമ ചൊല്ലി വഫാത്താവുന്നത്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അപ്പൊ അല്ലാഹു അക്ബറിന്റെ ശത്രു ഇബ്ലീസാണ്. ഇബ്ലീസ് ഒന്നാമത് നമ്മെ വഴിപിഴപ്പിക്കുക നിസ്കാരത്തിലാണ്. രണ്ടാമത് ഇബ്ലീസ് നമ്മെ വഴിപിഴപ്പിക്കുക കണ്ണിനെ മോശമാക്കിക്കൊണ്ടാണ്. മുഅ്മിനീങ്ങൾ ശരിക്കും ആലോചിക്കണം. ഈ രണ്ടിലും വീഴാതിരുന്നാൽ പിന്നെ മനുഷ്യന്റെ വിഷയത്തിൽ ഒന്നും നോക്കാനില്ല. നിസ്കാരത്തിൽ ഒരാൾ സൂക്ഷ്മതയിലെത്തി, കണ്ണിനെ ഒരാൾക്ക് സൂക്ഷിക്കാനും പറ്റി, എന്നാൽ ആ മനുഷ്യൻ പിന്നെ സ്വാലിഹാൻ. പുരുഷന്റെ ഏറ്റവും വീക്ക്നെസ് ഉള്ള അവയവമാണ് കണ്ണ്.
കണ്ണ് ക്ലിയർ ആയാൽ കൽബ് ക്ലിയർ ആവും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. 3 അവയവങ്ങൾ നന്നായാൽ മനുഷ്യൻ നന്നാവും എന്നാണ്. 3നെ കുറിച്ച് ചോദ്യമുള്ളൂ. ഇന്ന സമഅ ഒന്ന് കേൾവിയാണ്, വൽ ബസറ മറ്റൊന്ന് കാഴ്ചയാണ്, വൽ ഫുആദ മറ്റൊന്ന് കൽബാണ്. ഇതിന്റെയും ഡയറക്റ്റ് കണക്ഷൻ കൽബാണ്. മനസ്സിലായോ? കാതിന്റെ കണ്ണിന്റെയും ഡയറക്റ്റ് കണക്ഷൻ കൽബാണ്. ഇതിൽ കാത് കൂടുതൽ കേടുവരുത്തുന്നത് പെണ്ണിനെയാണ്, കണ്ണ് കൂടുതൽ വൈപേപ്പിക്കുക പുരുഷനെയുമാണ്. വിഷയം തിരിഞ്ഞോ? പെണ്ണിന്റെ വീക്ക്നെസ് ഉള്ള ശരീരാവയവമാണ് കൂടുതലും ചെവി. ആണിന്റെ വീക്ക്നെസ് കണ്ണുമാണ്. ആണ് കണ്ണടക്കാനും പെണ്ണ് ചെവി അടക്കാനും തയ്യാറായാൽ സമൂഹം നന്നാവും. പെണ്ണ് ആരെങ്കിലും പറയുന്നൊക്കെ കേട്ടിരിക്കാൻ തയ്യാറാവരുത്. പെണ്ണ് കുറെ കേട്ടാൽ കൽബ് കേടുവരുന്നവളാണ്. പുരുഷനാണെങ്കിലോ ഏതെങ്കിലും കണ്ടാൽ കൽബ് കേടുവരുന്നവനാണ്. കണ്ണ് നന്നായാൽ മനുഷ്യന്റെ കൽബ് നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനൊരു വഴിയുണ്ട്. അതിന് ഹബീബായ നബി തങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കൽ അതിനുള്ള നല്ലൊരു പരിഹാരമാണ്. നിങ്ങളെ ശരീരത്തിൽ ചളിയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോവോ? ഈ കണ്ണിൽ മാലിന്യമുണ്ടായിരിക്കുക ഈ കണ്ണുകൊണ്ട് എങ്ങനെ നമ്മൾ ഹബീബായ നബി തങ്ങളെ നോക്കും? ഈ കണ്ണുകൊണ്ട് എല്ലാ തോന്നിവാസവും നോക്കിയിട്ട് ഈ കണ്ണുകൊണ്ട് എങ്ങനെ റസൂലുള്ളാഹിനെ നോക്കാൻ പറ്റും? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മുടെ കണ്ണിനെ ശുദ്ധീകരിച്ചു തരട്ടെ. ഇത് നന്നായാൽ ഹറാമ് കുറെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ നോക്കാൻ പറ്റും എന്ന് ചിന്തിക്കണ്ട. ജീവിതത്തിൽ ഒരിക്കൽ ഒരു അന്യപ്പെണ്ണിനെ നോക്കിയതിന്റെ പേരിൽ ഞാൻ ഇനി ആ കണ്ണുകൊണ്ട് റസൂലിനെ നോക്കൂല എന്ന് പറഞ്ഞ സ്വഹാബത്തില്ല. ഒരു അന്യപ്പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയതിന്റെ പേരിൽ ഇനി ഹറാമ് നോക്കിയ കണ്ണുകൊണ്ട് ഞാൻ ഹബീബിനെ നോക്കൂല എന്ന് പറഞ്ഞ സ്വഹാബത്ത്. നമ്മുടെ കണ്ണുകൊണ്ട് എത്ര ഹറാമ് നോക്കി. ഈ കണ്ണിന് റസൂലുള്ളാഹിനെ കാണാൻ എന്ത് ക്വാളിറ്റി ഉള്ളത്? അല്ലാഹു തആല നമുക്ക് കാണാൻ തൗഫീഖ് തരട്ടെ. ഹബീബായ നബി തങ്ങളെ ആയുസ്സിൽ കണ്ടാൽ പിന്നെ വിജയിക്കും. മൻ റആനി ഫിൽ മനാമി ഫസയറാനി. ജീവിതത്തിൽ നബി തങ്ങളെ ഒരിക്കൽ കണ്ടവൻ മരണസമയത്ത് നബി തങ്ങളെ കാണുമെന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഹയാത്ത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിച്ചാൽ മരണത്തിലും റസൂലുള്ളാഹിനെ കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനേക്കാളും വലിയൊരു കാഴ്ച കൂടിയുണ്ട്. അല്ലാഹുവിനെ കാണാനുള്ള കണ്ണും ഈ കണ്ണാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത അല്ലാഹുവിനെ കാണല കണ്ണായിനുള്ളത്. അല്ലാഹു പുതിയത് ജീവിപ്പിക്കുകയല്ല പുനർജീവിപ്പിക്കുകയാണ് ചെയ്യുക. അല്ലാഹു പുതിയത് ജീവിപ്പിക്കല്ല ചെയ്യുന്നത്, മരണശേഷം പുനർജീവിപ്പിക്കുകയാണ്. ഈ കണ്ണ് തന്നെയാണ് ഇനിയും വരിക. ലഭിക്കുകയും ചെയ്താൽ പിന്നെ ആ മനുഷ്യൻ ക്ലിയറാണ്. പിന്നെ ക്ലിയറാണ്. അവന്റെ വിഷയത്തിൽ പിന്നെ ഒന്നും ചിന്തിക്കാല്ല. അവൻ സ്വാലിഹായി മാറിയിരിക്കും. അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി പാടിയിട്ടുണ്ട്. തറവാട് കൊണ്ട് അഭിമാനിക്കാൻ ആർക്കും വഴിയില്ല. നമ്മളെ പാരമ്പര്യത്തിലുള്ളത് തീയനും നായരൊക്കെ തന്നെയാണ്. മുഅ്മിനീങ്ങളോട് നമുക്ക് പൊതുവായ ബാധ്യതയും മൊത്തം ജനങ്ങളോട് മുഅ്മിനീങ്ങളോട് പ്രത്യേക ബാധ്യതയും പൊതുജനങ്ങളോട് പൊതുവായ ബാധ്യതയും നമുക്കുണ്ട്. അപ്പൊ ചിരിക്കേണ്ടത് ചിരിക്കണം, ഒരു ഭാഗത്തേക്ക് പോകേണ്ടടുത്ത് പോകണം. എന്തൊക്കെ സാമൂഹികമായ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളുണ്ടോ അത് ജീവിതത്തിൽ പാലിക്കലാണ് ഇസ്ലാം വളരാനുള്ള ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ മാർഗം, ഇസ്ലാമിന്റെ വളർച്ചയിലെ രണ്ടാമത്തെ മാർഗം പരിശുദ്ധ ഖുർആൻ ഓതി സംസാരിക്കലാണ്. അതിന്റെ വിശദമായ പ്രാക്ടിക്കലായ ഭാഗം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇബാദിന്റെ സംസ്ഥാന പ്ലാനിംഗ് സെൽ മെമ്പറും ചെന്നൈ ഇബാദിന്റെ ചെയർമാനുമായ റഫീഖ് നിങ്ങളോട് സംസാരിക്കും. രണ്ടാമത്തെ നമ്മുടെ മാർഗം പരിശുദ്ധ ഖുർആൻ ഓതി സംസാരിക്കുക എന്നതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സംസാരിച്ചിട്ടല്ല ഇസ്ലാമിനെ വളർത്തിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന പണി അമുസ്ലിമീങ്ങളുള്ള സ്ഥലത്ത് ചെല്ലും, ഖുർആൻ ഓതി കൊടുക്കും. ഖുർആൻ അവർ കേട്ടാൽ പിന്നെ നബി തങ്ങളോട് നിൽക്കൂല, തിരിച്ചു പോരും. സത്യത്തിൽ അതാണ് ദഅവത്ത്.
ഖുർആൻ കേട്ടാൽ ഒരു മനുഷ്യന് ബോധം കൊണ്ട് ഇസ്ലാം ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല. അത് ഖുർആനിന്റെ മുഅ്ജിസത്താണ്. ഖുർആൻ നിങ്ങൾ ഒരാൾക്ക് ഓതി കൊടുത്താൽ, നിങ്ങൾ ഇങ്ങനെ ചില ആളുകൾ പോയി ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഖുർആൻ ഓതി അവനിങ്ങോട്ട് ബൈബിൾ വായിച്ചാലോ എന്നൊക്കെ. മുഅ്ജിസത്ത് ബൈബിളിനല്ല, മുഅ്ജിസത്തുള്ളത് ഖുർആനിനാണ്. അത് അനുഭവിച്ചവർക്ക് എളുപ്പത്തിൽ ബോധ്യമാവുന്ന സംഗതിയാണ്. നിങ്ങൾ ഒരാളോട് പോയി ഖുർആൻ ഓതി സംസാരിച്ചാൽ, ഖുർആൻ കേൾക്കുന്നതോടെ അവന് ഇസ്ലാമിനെ നിഷേധിക്കാനുള്ള മനസ്സ് അവിടെ അവസാനിക്കും. പിന്നെ അവൻ ചോദ്യം ചെയ്യൂല. പിന്നീട് നിങ്ങൾ എന്ത് പറയുന്നു അതവൻ കേട്ടിരിക്കും. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടും. എന്നാൽ ചില ദുന്യവിയായ കാരണം കൊണ്ട് ചിലപ്പോൾ മാറി നിന്നേക്കാം. സൂറത്തുൽ ജാസിയയിൽ അല്ലാഹു ഇത് വിശദീകരിച്ചിട്ടുണ്ട്. വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ, കേട്ടാലും ഞാൻ കേട്ടിട്ടില്ല എന്ന് ചിന്തിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹം ഉണ്ടാകും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല, അവന്റെ ബോധത്തിൽ അത് കയറിയിട്ടുണ്ടാവും. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ മുസ്ലിമും അല്ലാഹുവിനെ അറിയാത്തവരല്ല, അല്ലാഹുവിനെ മറന്നവരാണ്. അല്ലാഹുവിനെ മറന്നവരാണ്. ഒരാളൊരു കാര്യം മറന്നാൽ നമ്മൾ എന്താ ചെയ്യാ? മുഅ്മിനെ ഓർമ്മപ്പെടുത്തും. ഫദക്കിർ നബിയെ, നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഇന്നമാ അൻത മുദക്കിർ, തീർച്ചയായും നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണി എന്താ? ഓർമ്മപ്പെടുത്തൽ. മെസ്സേജ് നേരത്തെ ഇവിടെ റെഡിയാണ്. അല്ലാഹു എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ മൈൻഡിൽ തൗഹീദ് ഫീഡ് ചെയ്തിട്ടുണ്ട്. അത് തട്ടിയുണർത്തേണ്ട പണിയേ നമുക്കുള്ളൂ. അത് അവർക്കും ഓർമ്മ വരും, അവർ ചിന്തിക്കാതിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു അമുസ്ലിം സഹോദരൻ ഒരു പ്രയാസം വന്നു, അവൻ അറിയാതെ വിളിക്കും ദൈവമേ എന്ന്. അതന്നല്ലേ? അങ്ങനെയല്ലേ? ഈ ദൈവം ആരാണെന്ന് അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ അല്ലാഹു എന്ന് ഉത്തരം കിട്ടുമായിരുന്നു. അവനത് ചിന്തിക്കൂല. അവൻ നേരെ പിന്നെയും പോയി ശിവന്റെ മുന്നിലിരിക്കും, ഭഗവാൻ അയ്യപ്പന്റെ മുന്നിലിരിക്കും, ഭദ്രകാളിയുടെ മുമ്പിലിരിക്കും, അവൻ ആരാധിക്കും. അവനാ ജീവിതത്തിൽ ഈശ്വര ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ആരെയാണ് ഞാനത് വിളിച്ചത് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവന് തോന്നാറുണ്ട്, ഏകനായ എല്ലാത്തിനും കഴിയുന്ന എല്ലാ ദൈവങ്ങൾക്കും മുകളിലുള്ള ദൈവത്തെയാണ് ഞാൻ വിളിച്ചത് എന്ന് അവനറിയാം. ആ ദൈവം ആരാ? അതവൻ ചിന്തിച്ചിട്ടില്ല, അതവന് മറന്നതാ. അപ്പോൾ നമ്മുടെ പണിയാണ് ഫദക്കിർ നബിയെ, നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഓർമ്മപ്പെടുത്താനുള്ള റൂട്ട് ഏതാ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദക്കിർ. ഓർമ്മപ്പെടുത്താനുള്ള ആയുധം വിശുദ്ധ ഖുർആനാണ്. ഓർമ്മപ്പെടുത്താനുള്ള ആയുധമാണ് വിശുദ്ധ ഖുർആൻ. ഈ പ്രബോധന രീതിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത്. മക്കയിലൂടെ മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മജ്ലിസ് കണ്ടു. അവിടെ മുസ്ലിമീങ്ങളുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. ഹബീബായ നബി തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ ഉള്ളത് കൊണ്ട് സലാം പറഞ്ഞു. എന്നിട്ട് വദഅഹും മിനൽ ഇസ്ലാമി വഖറഅ അലൈഹിമുൽ ഖുർആൻ. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടേക്ക് ചെന്നു, ഒന്ന് സലാം പറഞ്ഞു. അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി, അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു, പിരിഞ്ഞു പോന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാള് പിടിച്ചു വരികയാണ്. സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ഫാത്തിമ റളിയല്ലാഹു അൻഹ, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ ഓതുന്നത് കേട്ടു. ഖുർആൻ കേട്ടപ്പോൾ അള്ളാനെ മറന്ന ഉമർ തങ്ങൾക്ക് അള്ളാനെ ഓർമ്മ വന്നു. വിഷയം തിരിഞ്ഞോ? വിഷയം തിരിഞ്ഞോ? ഇത്രയാണ് ദഅവത്ത്. ഇത് പേടിച്ചുകൊണ്ടാണ് കാഫിരീങ്ങൾ സത്യത്തിൽ മക്കയിൽ നിന്നും കാഫിരീങ്ങൾ തീരുമാനമെടുത്തത്. ഇനി ആരും ഖുർആൻ കേൾക്കാൻ പാടില്ല എന്ന് കാഫിരീങ്ങൾ തീരുമാനിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണല്ലോ മക്കയിലെ കാഫിരീങ്ങൾ എടുത്ത തീരുമാനം. ഇനി ആരും ഖുർആൻ കേൾക്കരുത് എന്നാണ്. എന്തേ പ്രശ്നം? കേട്ടാൽ ഇത് ശരിയാണ് എന്ന് ആളുകൾക്ക് ബോധ്യമാവും. വിഷയം തിരിഞ്ഞില്ലേ? വിഷയം മനസ്സിലായോ? ഇസ്ലാമിക ദഅവത്തിലെ രണ്ടാമത്തെ ഭാഗം ഖുർആൻ ഓതി കൊടുക്കലാണ്. അതിന്റെ പ്രാക്ടിക്കൽ ഭാഗം ഇൻഷാ അല്ലാഹ് റഫീഖ് സാഹിബ് നിങ്ങൾ മുമ്പിൽ വിശദീകരിക്കും. മൂന്നാമത് ഇസ്ലാമിന്റെ വളർച്ച ശത്രുക്കളെ കൊണ്ടാണ്. ഇസ്ലാമിനെ കുറെ ആളുകൾ കുറ്റപ്പെടുത്തിയാൽ ഇസ്ലാം വളരും. ഇസ്ലാമിന് അങ്ങനെ ഒരു പ്രത്യേകത.
ഇന്ത്യയിൽ ഒരുതരം സംഘർഷ മനോഭാവം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നു എന്നൊരാശങ്ക മുഅ്മിനീങ്ങളെ കൽബിൽ ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ സംഭവിക്കാൻ പോകുന്നു, ഒരാൾക്ക് സംഭവിക്കൂല. ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ ഒരു ടീം ശ്രമിച്ചാൽ ഇസ്ലാമിലേക്കുള്ള വരവ് കൂടും. ഇസ്ലാമിന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. ഇസ്ലാം നമ്മൾ പണിയെടുക്കാൻ അല്ലാഹു പിന്നെടുക്കുന്ന പണിയാണ് കാഫിരിങ്ങളെ കൊണ്ട് ഇസ്ലാമിനെ കുറ്റം പറയിപ്പിക്കൽ. ഡെൻമാർക്കിലെ മുസ്ലിമീങ്ങൾ ദഅവത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ഡെൻമാർക്കിൽ റസൂലുള്ളാഹിനെ കുറ്റം പറയാൻ ഒരു പത്രം വന്നത്. സത്യത്തിൽ റസൂലിനെ കുറ്റം പറഞ്ഞു എന്നുള്ളത് ജലാൻ പോസ്റ്റർ എന്ന പത്രത്തിന്റെ ഏറ്റവും വലിയ അപകടമാണ്. എന്നാൽ ഡെൻമാർക്കിലെ ഇസ്ലാമിന്റെ വളർച്ചയോ നേരത്തെ ഉള്ളതിനേക്കാളും 10 മടങ്ങ് വളർന്നത് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടല്ലേ. ഡെൻമാർക്കിൽ റസൂലുള്ളാഹി തങ്ങൾ തീവ്രവാദിയാണ് എന്ന പേരിൽ ചിത്രം വരച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വായന വർദ്ധിച്ചത്. മലയാളക്കരയിൽ ആയിഷ ബീവിയെ മാതൃഭൂമി മോശമായി ചിത്രീകരിച്ചപ്പോ കാഫിറിന്റെ പേന പോയി ആയിഷ ബീവിയുടെ മതം പറയാനുള്ള പേനയായി മാറിയല്ലോ. അമേരിക്കയിൽ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേൾഡ് ട്രേഡ് സെന്റർ ഒരു വിഭാഗം തകർക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളെയും തീവ്രവാദികളാണ് എന്ന് വിശദീകരിക്കാനും നോക്കിയപ്പോ സത്യത്തിൽ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് എന്നല്ല ലോകം ചിന്തിച്ചത്. ഇസ്ലാമിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറായല്ലോ. ഇസ്ലാമിന്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. നമ്മൾ പണിയെടുക്കാഞ്ഞല്ലോ അല്ലാഹു ശത്രുക്കളെ കൊണ്ട് പണിയെടുപ്പിക്കും. നമ്മൾ ദഅവത്ത് ചെയ്താൽ പിന്നെ ശത്രുക്കളെ കൊണ്ട് പണിയെടുപ്പിക്കൂല. നാം ദായികളാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ മിണ്ടാതിരുന്ന ഇസ്ലാം ഇവിടെ വളരാതിരിക്കൂല. ഇസ്ലാമിന് ഒരു റേഞ്ച് ഇട്ടാൽ ലെവൽ അങ്ങനെ വളരും. മഹദി ഇമാം വരുമ്പോ ഏതാണ്ടൊക്കെ ക്ലിയർ ആവും. ഈസാ നബി വരുമ്പോ ഫുൾ ക്ലിയർ ആവും. അതെന്തായാലും നടക്കാനുള്ളതാണ്. മഹദി ഇമാമും ഈസാ അലൈഹി ഇസ്ലാമും വരുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ വളർച്ചയുടെ സബബ് കാരണക്കാരൻ ഞാനോ നിങ്ങളോ ആയാൽ നമ്മൾ രക്ഷപ്പെടും. മനസ്സിലായോ? ഈ നമ്മൾ കാരണക്കാരായില്ല എന്നതുകൊണ്ട് ഇസ്ലാം വളരാതിരിക്കോ? ഇസ്ലാം വളരാതിരിക്കൂല. നമുക്ക് കൂലി കുറയുള്ളൂ. നമുക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോവും. അതേസമയം അതിന് കാരണക്കാരാവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ആയുസ്സിലെ കുറച്ചു സമയമെങ്കിലും ഈ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കണം. SKSF-ന്റെ ഇബാദിന്റെ വ്യത്യസ്തമായ പല സംവിധാനങ്ങളും നടന്നു വരുന്നുണ്ട്. ഇസ്ലാമിക ദഅവ രംഗത്ത് സാധ്യമാകുന്ന പ്രവർത്തനങ്ങളും അതിന്റെ അനുബന്ധങ്ങളും നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ ഇബാദിന്റെ കയ്യിൽ ഖാഫില എന്നൊരു പദ്ധതി അടുത്ത കാലത്തായി ആരംഭിച്ചിട്ടുണ്ട്. ഖാഫില എന്ന പദ്ധതി 24 മണിക്കൂർ ഒരു മഹല്ലിലുള്ള ദഅവ പ്രവർത്തനമാണ്. പഴയ കാലം മുതലേ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, തബ്ലീഗിന്റെ മോഡൽ ദഅവത്ത് നമുക്കില്ല. തബ്ലീഗിന്റെ മോഡലല്ല, ഒരു പുതിയ മോഡലാണ്. തബ്ലീഗിന്റെ മോഡൽ സത്യത്തിൽ ഇസ്ലാമിക ദഅവത്തിന്റെ യഥാർത്ഥ മോഡൽ അല്ല. ഇസ്ലാമിക ദഅവത്തിന്റെ യഥാർത്ഥ മോഡൽ അല്ല തബ്ലീഗിന്റെ ദഅവത്ത്. നമുക്കത് വെറുതെ തോന്നാം. ചെമ്പ് തലയിലും ചെവിയിലും മിസ്വാക്ക് ഉണ്ടായാലല്ലേ ഇസ്ലാമിക ദഅവത്ത് ആവുക. ഇസ്ലാമിന്റെ ദഅവത്ത് ആവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖൽബിൽ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. റസൂലുള്ളാഹിനെ കാണാതെയുള്ള സുന്നത്ത് സത്യത്തിൽ ഇസ്ലാമിന്റെ വളർച്ചയെ സഹായിക്കൂല. മനസ്സിലായില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉൾക്കൊള്ളലാണ് ദഅവത്ത്. തബ്ലീഗ് ജമാഅത്ത് ഉൾപ്പെടെ എല്ലാ സംഘടനയും റസൂലുള്ളാഹിനെ ശ്രമിക്കുക. റസൂലുള്ള തെറ്റ് ചെയ്തു എന്ന് ഏതെങ്കിലും ഹദീസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ തബ്ലീഗിന്റെയും മുജാഹിദിന്റെയും ജമാഅത്തുകൾ അതന്നല്ലേ? സംശയമുണ്ടോ? ഞാൻ ഇന്നിങ്ങോട്ട് വന്നപ്പോ ഇന്ന് രാവിലെ നേരത്തെ ടൗണിൽ ഇറങ്ങിയിരുന്നു. അവിടെ ശിവാജി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ബാക്ക് സൈഡിലേക്ക് പോയപ്പോൾ ഒരു പള്ളിയുണ്ട്. മുഴുവൻ തബ്ലീഗുകാരൻ. അവിടെ ചെന്നപ്പോ അവിടെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കും. അവരെ ക്ലാസ്. അപ്പൊ എനിക്കാണെങ്കിൽ ടൈം ഫ്രീ ആണ്. അപ്പൊ ഞാൻ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു. കാര്യമായി പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ദുഹ പൂർണ്ണമായി നിസ്കരിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇവിടെ ഏതൊരു അമീർ ഒരു ഹോജ വന്നിട്ട് നിങ്ങൾ ഇവിടെ സ്ഥലം നോക്കി. അപ്പൊ ഞാൻ കേരളാണ് വിഷയമൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇതൊരു മജ്ലിസ് പോലത്തെ വേറെ ഒരു പേര് ഇവിടെ ഇരിക്കല്ലോ വെച്ചാൽ അപ്പൊ ഇരിക്കാന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് എന്താ ജോലി വെച്ചപ്പോ ഞാൻ പള്ളിയിലാന്ന് പറഞ്ഞപ്പോ എന്നാ ഖുർആനെ കുറിച്ച് ഒരു നസീഹത്ത് തരാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഉറുദു കാര്യമായിട്ട് അറിയില്ല, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞോളാന്ന് പറഞ്ഞു.
ചാൻസ് കിട്ടിയ സമയത്ത് ഞാൻ മുഹമ്മദീയത്ത് നന്നായി പറഞ്ഞു. സുന്നത്തല്ല പ്രധാനം, സുന്നത്തിനേക്കാളും പ്രധാനം റസൂലിനെ മനസ്സിലാക്കലാണെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി ഹദ്ദാദ് കൂടി പറഞ്ഞപ്പോ പിന്നെ അവർക്ക് ക്ലാസ് ഒന്നും വല്ലാതെ വേണ്ടതായി. അത് പറയലായിരുന്നു എന്റെ ഉദ്ദേശവും. എന്നെ കഴിഞ്ഞ് വേഗം പോകുന്നു ചെയ്ത് പിന്നെന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. ഇവര് പ്രത്യക്ഷത്തിലെല്ലാം സുന്നി വേഷം, പ്രത്യക്ഷത്തിൽ സുന്നി വേഷം. അവിടെയുമുണ്ട് മലയാളികൾ ഇതിനു വേണ്ടി വന്നവർ. നേരെ കണ്ടാൽ സുന്നി വേഷം, കാണുന്നവർക്കൊക്കെ തോന്നും ഇവരെല്ലാ സുന്നത്തും ഹയാത്താക്കുമെന്ന്. എന്നാൽ ഇവരോട് ഹദ്ദാദ് ചെല്ലുമെന്ന് ചോദിച്ചാൽ എന്തേ പറയൂ? ചെല്ലുമെന്നും പറയില്ല, ചെല്ലൂല എന്നും പറയൂല. മൗലിദ് ഓതാൻ പറ്റുമോ? ഓതാൻ പറ്റൂന്നും പറയില്ല, പറ്റൂല എന്നും പറയൂല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ദീനില്ല. ഒന്നെങ്കിൽ പറ്റൂന്നാണ് തീരുമാനം, അല്ലെങ്കിൽ പറ്റൂല എന്നാണ് തീരുമാനം. ചിലയിടത്ത് പറ്റും, ചിലയിടത്ത് പറ്റൂല എന്ന തീരുമാനം ഇസ്ലാമിന്റെതല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീനിനെ അല്ലാഹു സമ്പൂർണ്ണമാക്കി തന്നിട്ടുണ്ട്. ഇവരെ ദീൻ ഇപ്പോഴും സമ്പൂർണ്ണമല്ല. സമ്പൂർണ്ണമാണെങ്കിൽ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാവൂലേ? ഇത് മനസ്സിലായോ? സമ്പൂർണമായാൽ ഇതിനൊക്കെ തീരുമാനമുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ സമ്പൂർണ്ണമാക്കി തന്നതിനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അവരിപ്പോഴും സമ്പൂർണ്ണമാവാത്തതാണ്. ഹദ്ദാദ് വേണ്ടേ? അവരെ ദീനിൽ സമ്പൂർണ്ണല്ല, അള്ളാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ദീനിൽ സമ്പൂർണ്ണമാണ്. തിരിഞ്ഞോ? ഇവന്മാരെവിടെയെങ്കിലും ഷെറുണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് കുറച്ച് സമയം ഇരിക്കുക. നമ്മളൊന്ന് കൂട്ടമായി ഹദ്ദാദ് ഓതല്ലേ എന്ന് പറഞ്ഞാൽ മതി, എന്നാ തീരുമാനമാവും. അവരെ മജ്ലിസിൽ ഓതാൻ അവർ സമ്മതിക്കൂല. അവരെ മജ്ലിസിൽ മൗലിദിന്റെ സദസ്സിൽ നമ്മുടെ പള്ളിയിൽ അവർ ജമാഅത്തിന് വന്നാൽ അവർ കൂടെ ഇരിക്കും. എന്നിട്ട് അവർ മറ്റെന്തോ ചൊല്ലും. എന്നാലോ അവരെ പള്ളിയിൽ റബീഉൽ അവ്വൽ 12-ന് സുബഹിക്കൊന്ന് മൗലിദ് ഓതാൻ അവർ തയ്യാറാവൂലല്ലോ. നമ്മൾ ശരിക്കും ഈ വിഭാഗത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇതൊരു തരം ബിദ്അത്താണ്. ആ രീതിയിലുള്ള പ്രബോധനമല്ല ഇബാദിന്റേത്. ഇബാദ് മഹല്ലുകളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അംഗീകാരത്തോടു കൂടെ മഹല്ലു തലത്തിലെ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രബോധന പ്രവർത്തനവും, ഗ്രൗണ്ടുകളും അങ്ങാടികളും, ചെറുപ്പക്കാർ ക്ലബിലാണെങ്കിൽ അവിടെയൊക്കെ ചെന്ന് അവരെ നന്മയിലേക്ക് വിളിക്കുകയും, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പെൺകുട്ടികളുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന 24 മണിക്കൂർ നേരത്തെ പദ്ധതിയാണ് ഖാഫില. നിലവിൽ 57ഓളം മഹല്ലുകളിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഏതാണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമായിട്ട് വ്യത്യസ്ത തീരദേശ പ്രദേശങ്ങളിൽ ഖാഫില പ്രവർത്തനം നടത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള ഒരുക്കത്തിലാണ് ഇബാദത്ത് പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 24 മണിക്കൂർ നേരം ഒരു മഹല്ലിൽ ഇറങ്ങി തിരിച്ച് ആ മഹല്ലിൽ സാധ്യമാകുന്ന എല്ലാ ദീനി കാര്യങ്ങളും എത്തിക്കുക എന്നതാണ് ഖാഫില കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇബാദ് പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് നേരത്തെ ആരംഭിച്ചൊരു പദ്ധതിയായിരുന്നു നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ബോധവൽക്കരണം. കേരളത്തിൽ തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ ഒളിച്ചോട്ട വിഷയത്തിൽ ആദ്യം തീരുമാനമെടുത്ത പ്രസ്ഥാനമാണ് SKSF ഇബാദും. ആ വിഷയത്തിൽ ആദ്യ ബോധവൽക്കരണം തുടങ്ങിയത് നമ്മുടെ പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഒരുപാട് മഹല്ലുകളിൽ ഈ വിഷയ സംബന്ധമായ ബോധവൽക്കരണവും പ്രത്യേകിച്ചും അവിശ്വാസികളായ സഹോദരന്മാരുടെ കൂടെ പോലും മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോകാൻ തുടങ്ങിയപ്പോൾ 8ാം ക്ലാസിന്റെ മുകളിലുള്ള അവിവാഹിതരായ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഇസ്ലാമിക് ടീനേജ് ക്യാമ്പ് എന്ന പേരിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ ഏതാണ്ട് 4 വർഷമായി അതിന്റെ കീഴിൽ വരുന്നുണ്ട്. ഇന്ന് പല ജില്ലകളിലും, കോഴിക്കോട് ജില്ല ഉൾപ്പെടെ പല ജില്ലകളിലും ഇതൊരു സ്പെഷ്യൽ പദ്ധതിയായി കോഴിക്കോട് ജില്ലയിൽ ഇതേ സംവിധാനം നാട്ടുനന്മ എന്ന പേരിലും, കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പ്രവർത്തകർ സഹോദരി അറിയാൻ എന്ന പേരിലും ഇതേ ആശയം, ഇതേ സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ITC എന്ന പേരിലുള്ള ഒരു പദ്ധതി ഇബാദിന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇബാദിന്റെ പ്രവർത്തനങ്ങൾ പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ സമീപത്ത് നമ്മുടെ ഹിദായത്തിന്റെ മാർഗം ഉൾക്കൊള്ളുന്നവരെ അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി IIC എന്ന പേരിൽ, ഇസ്ലാമിക് ഇൻഫർമേഷൻ സെന്റർ എന്ന പേരിൽ ഒരു ഓഫീസ് ആരംഭിച്ചിട്ടുമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലൂടെ നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിടപെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം
സംവിധാനം എന്ന രീതിയിൽ ബാംഗ്ലൂരിലും ഇതിന്റെ പ്രവർത്തനത്തിനുള്ള വലിയ സാധ്യത ഞങ്ങൾ നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. ഇന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ അതിലേറെ വലിയ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാവുകയും ചെയ്തതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ വിഷയത്തിൽ സാധ്യമാകുന്ന അവനവന്റെ ജീവിതം പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നാലിന്നതൊക്കെ ചെയ്തു എന്ന് പറയാൻ സാധ്യമാകും വിധം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുക.